بحقهم أميك الأونال മോമിനിങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസിൽ നിന്ന് നമുക്ക് ഇന്നത്തെ നസീഹത്ത് ആരംഭിക്കാം. ഇയ്യാകും വല്ലന്ന ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണത്. ഇയ്യാകും വല്ലന്ന, നിങ്ങളെയും ഡിലേ കുറക്കണം, നിങ്ങളെയും തോന്നലുകളെയും ഉപേക്ഷിക്കണം. ഫഇന്നല്ലന്ന, തീർച്ചയായും തോന്നലുകൾ അക്ദബുൽ ഹദീസ്, ഏറ്റവും പ്രധാനപ്പെട്ട കളവാകുന്നു. ഞാൻ എന്നോട് തന്നെ പറയുന്ന നുണയാണ് ആവശ്യമില്ലാത്ത തോന്നല്. ഒരാളെ കണ്ടു, അവനെ പറ്റി നമുക്ക് എന്തെങ്കിലും തോന്നി, എന്നാ ഞാൻ എന്നോട് തന്നെ നുണ പറയണത്. ഇത് വലിയൊരു അർത്ഥമുള്ള ഹദീസാണ്. നമുക്ക് ആരെ കണ്ടാലും എന്തേലും തോന്നാത്തുള്ളു. കുഞ്ഞാമത് ഓനൊന്നും നേരാവില്ലല്ലോ, മാമൂട്ടി ഓനെ പറ്റി പറയണ്ട, ആകെ ഒരു നല്ല മനുഷ്യനുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മളെ ചിന്ത. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂ തൽഹ, അബൂ ഹുറൈറ, അനസ് ബിൻ മാലിക് എല്ലാരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. സദസ്സിൽ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാന്റെ റസൂല് മദീനയിലുള്ള മുനാഫിഖുകളുടെ പേരുകൾ ഉമ്മു സലമ ബീവിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. മദീനത്തുള്ള മുനാഫിക്കുകളെ പേരൊക്കെ ഉമ്മു സലമക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് തെരഞ്ഞു നോക്കുമ്പോ ഉമർ ഖത്താബിനെ കാണാനില്ല, എങ്ങനെ തെരഞ്ഞിട്ടും കാണാനില്ല. മഹാനവറുകൾ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ എത്തിയിരുന്നു. ഉമ്മു സലമ ബീവിയോട് ചോദിച്ചു, ഉമ്മു സലമ, മദീനയിലുള്ള മുനാഫിക്കുകളുടെ പേര് നിങ്ങൾക്ക് അള്ളാന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ട് പറഞ്ഞു. ആ ലീസ്റ്റ് ഒന്ന് തരുമോ, ഞാൻ ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് തന്നെ തരൂലാറും. ഉറപ്പായിട്ടും തരൂലെന്ന് ചോദിച്ചു. ഇല്ല, ഉറപ്പായിട്ടും തരൂല എന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു, എന്നാൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം, അതിൽ എന്റെ പേരുണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതിൽ നിങ്ങളുടെ പേരില്ല എന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു റളിയല്ലാഹു അൻഹു, എന്നാൽ എനിക്ക് ആ ലിസ്റ്റ് വേണ്ട. മഹാനവർകൾ ലീസ്റ്റ് അന്വേഷിക്കുന്നത് മൂപ്പരെ പേരുണ്ടോ നോക്കാനാണ്. നമ്മളേതായാലും സ്വർഗത്തിലാന്നുള്ളതിൽ നമുക്ക് ഉറപ്പുണ്ട്, വേറുള്ളവരുടെ കാര്യത്തിലാണ് സംശയം എന്നതാണ് നമ്മുടെ വലിയൊരു പ്രശ്നം. ഒരാളെ നല്ല ആളാക്കാൻ ന്യായം കണ്ടെത്തണം, അവനാനെ നന്നാക്കാൻ ന്യായം കണ്ടെത്തണ്ട. ഒരാള് പള്ളിയൊക്കെ നിസ്കരിക്കാൻ കാര്യമില്ല, ബാങ്ക് കൊടുത്തിട്ട് ജമാഅത്തിന്റെ നേരത്തെ, അത് പോകാൻ അത്യാവശ്യമായിട്ട് കക്കൂസ് പോകണ്ടായിട്ട് ഇക്കാരം എന്ന് വിചാരിക്കണം. ഞമ്മക്ക് ആ ന്യായം പറ്റൂല, അവനാനെ പറ്റി ആ ന്യായം പറ്റൂല. വേറുള്ളവർക്കൊക്കെ നമുക്ക് ന്യായം കണ്ടെത്താൻ വേണ്ടി പറ്റണം. ഇത് നമ്മളെ ന്യായം എല്ലാവർക്കും അറിയാം, വേറൊരാളുടെ ന്യായം അറിയില്ല എന്നുള്ളതാണ്. മറ്റൊരു മനുഷ്യനെ നീ മറ്റുള്ളവരുടെ വാക്കുകളെ തെറ്റല്ലാത്ത തരത്തിൽ വ്യാഖ്യാനിക്കണം. ഒരാൾ എന്തേലും ഒരു കാര്യം പറഞ്ഞു, അത് അങ്ങനെ പറഞ്ഞ ഇക്കാരം നല്ലൊരു വ്യാഖ്യാനം കൊടുക്കണം. നിന്റെ വാക്കുകൾക്ക് നിനക്കൊരു വ്യാഖ്യാനവും നൽകാൻ കഴിയാതിരിക്കണം. എവിടെങ്കിലും ഒരു സ്ഥലത്ത് വയതിന് വന്നാല് കുട്ടികൾ വന്നിട്ട് പറയും, ഉസ്താദേ, ചെറുപ്പക്കാര് വന്നിട്ട് പറയും, ഉസ്താദേ, വയസ്സന്മാരെ പറ്റിയൊക്കെ ഒന്ന് നല്ല പറയോണ്ടിട്ടോ പറയും. വയസ്സന്മാര് പറയും, ഉസ്താദേ, കുട്ടികളെ പറ്റിയൊന്നും നല്ലോണം പറയോണ്ടിട്ടോ പറയും. ആണുങ്ങൾ പറയും, ഉസ്താദ്, പെണ്ണുങ്ങൾ നല്ല ഉണ്ട്, ഒരുപാടുണ്ട്, ഓൽക്ക് വേറെ കോണിയാ, ഓല നിറച്ചുണ്ട്, ഓലെ പറ്റി നല്ലോണം പറയോണ്ടു പറയും. പെണ്ണുങ്ങൾ പറയും, ഉസ്താദേ, ആണുങ്ങളെ പറ്റി ഒന്ന് പറയോണ്ടു പറയും. നിസ്കരിച്ചവര് പറയും, നിസ്കരിച്ചാത്തവരെ പറ്റി ഉസ്താദ് ഒന്നും നല്ല പറയണം എന്ന് പറയും. നിസ്കരിച്ചാത്തവർക്ക് നമ്മളൊരു അവസരം കൊടുത്താൽ ഓല് പറയും,
ഇവിടെ ഉണ്ട് കുറച്ച് നിക്കാരക്കാര് ഓലെ പറ്റിയിട്ടൊന്ന് പറയുണ്ടോ. ആർക്കും അവനാനെ പറ്റി ഒന്നും അറിയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും വേറുള്ളവരെ പറ്റിയാണ് അറിയേണ്ടത്. റമദാൻ മാസമായിട്ട് ഇപ്പോ അസറിന്റെ ശേഷം പലർത്തും സമൂഹ നോമ്പ് തുറയും ഉത്ബോധനവും ആത്മീയ സംഗമവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചെന്നോടത്തൊക്കെ സംഘാടകര് പത്തക്കോട്ടേക്കാരം, വേറെ ആരൊക്കെ ബംഗാളികളും കുറച്ച് കുട്ടികളും ഇങ്ങനെ വയലേക്കും. സംഘാടകർക്ക് ആവശ്യമില്ല, ഇത് സംഘടിപ്പിക്കുന്ന ആൾക്കാണല്ലോ. ഒരു മഹല്ല് കമ്മിറ്റിയിലെ പരിപാടി നടക്കുമ്പോഴും കമ്മിറ്റിക്കാർ കേൾക്കലില്ല. ഒരു മദ്രസയിലാണെങ്കിലും കമ്മിറ്റിക്കാർ കേൾക്കുമല്ലേ, അടുത്തല്ല ഇയാളെ കൊണ്ടുവരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി മാത്രം, അല്ലാതെ ഉൾക്കൊള്ളാൻ വേണ്ടി. ഞാൻ പരിപാടി നടത്തുന്നത് എനിക്ക് വേണ്ടിയായിരിക്കണം, നിങ്ങൾ പരിപാടി നടത്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. ഓരോരുത്തരും അവനാനെ കുറിച്ച് ആലോചിക്കണം. ഇന്റെ കാര്യത്തിലാണ് ബേജാറ്. വേറുള്ളവരൊക്കെ എങ്ങനെങ്കിലും സലാമത്തായി സിറാത്ത് പാലം കടന്നുകാണ്ട് രക്ഷപ്പെട്ടേക്കാം. പഠിച്ചോനെ ഇന്റെ കാര്യത്തിലാണുള്ള ബേജാറ് എന്നാലോചിക്കണം. അതാണ് ഏറ്റവും നല്ല ചിന്ത. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സ്വഭാവമാണ്. ഒരിക്കൽ ഒരു മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരു സ്വഹാബി വര്യൻ പുണ്യനബിയുടെ ഹദറത്തിൽ വന്നു സദസ്സിലിരുന്നു. പോകാൻ സമയത്ത് അയാൾ ഒരു ചോദ്യം ചോദിച്ചു. മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു. മൂപ്പര് പ്രതീക്ഷിച്ചത് അങ്ങനെ ഒരു മറുപടി ആയിരുന്നില്ല. നാട്ടിൽ പോയി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ലേശം വലിപ്പമുള്ള ഒരു പാരഗ്രാഫ് എങ്കിലുള്ള ഒരു മറുപടിയാണ് കരുതിയുന്നത്. ഒറ്റവാക്കിൽ ഒതുങ്ങിയപ്പോ നിരാശയായി. കുറച്ചേരും കൂടി അവിടെ തന്നെ ഇരുന്നു. പോകാൻ സമയത്ത് മറ്റൊരു വഴിയിലൂടെ വന്ന് വീണ്ടും ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്നാൽ സൽസ്വഭാവമാകുന്നു. വേറെ മറുപടി ഒന്നുമില്ല, ഒറ്റവാക്കിൽ ഉത്തരം. മൂന്നാം പ്രാവശ്യവും അദ്ദേഹം വീണ്ടും അവിടെ തന്നെ ഇരുന്നിട്ട് പിന്നെയും ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്നാൽ സൽസ്വഭാവമാണ്. പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോ നബി തങ്ങൾ അയാൾ അങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, ഒമാ ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്താണെന്ന് നിനക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലു അലം, അള്ളാഹ്ക്കും അവന്റെ റസൂലിനും അറിയാമെന്ന് പറഞ്ഞപ്പോ തോഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ളബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നതാകുന്നു സൽസ്വഭാവം. ഒരു മനുഷ്യനോടും ദേഷ്യപ്പെടരുത് എന്നുള്ളതാണ് സൽസ്വഭാവം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദേഷ്യപ്പെടാൻ പറ്റൂലെന്നും, ദേഷ്യം വരുമ്പോ നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം, ഇരിക്കുകയാണെങ്കിൽ കിടക്കണം, ഓതുണ്ടാക്കണം, ഇതൊക്കെ നമുക്ക് അറിയാം. എന്നാലും ദേഷ്യം വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് ദേഷ്യം വരും. അയൽവക്കത്തെ വീട്ടിലുള്ള കുട്ടിയോടുള്ള സമീപനം പലപ്പോഴും നമ്മുടെ കുട്ടിയോട് ചെയ്യാൻ നമുക്ക് പറ്റാറില്ല. അയൽവക്കത്തെ വീട്ടിൽ നിന്നൊരു കുട്ടി നമ്മളെ പെരേക്ക് വിരുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നൊരു കുട്ടി വിരുന്നു, ഒരു ഗ്ലാസ് ചായ കൊടുത്തു. ചായ കുടിക്കുമ്പോ ആ ഗ്ലാസ് താഴെ വീണ് പൊട്ടി. എന്നാ നമ്മൾ എന്ത് പറയും? സാരല്ല, കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയല്ലേ, ഇവിടെ ഇഷ്ടം പോലെ ക്ലാസ് ഉണ്ട്, 10 റുപ്യല്ലേ ഉള്ളൂ, ക്ലാസ് ആവുമ്പോ പൊട്ടൂലേ എന്നൊക്കെ പറയും. ആ ഗ്ലാസ് വീണ് പൊട്ടിയത് നമ്മളെ കുട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ തനി സ്വഭാവം ഉണ്ടറിയും. അനക്കിവിടെ ഗ്ലാസ് പൊട്ടിക്കലല്ലാതെ വേറെ എന്താ പരിപാടി? ഇവിടെ ഉള്ളിടത്തോളം ഗ്ലാസ്സൊക്കെ ജനല് പൊട്ടിച്ചത്. അടുക്കളയിൽ സ്പൂണ് വീണതിന് ദേഷ്യപ്പെടുന്ന നമ്മൾ ട്രെയിനിലിരുന്ന് സുഖമായി ഉറങ്ങും. ഇരുമ്പും കൂട്ടിമുട്ടുന്ന വസ്തുവാകുന്നു ട്രെയിന്. അതിലിരുന്നിട്ട് സുഖമായിട്ട് ഉറങ്ങും. അടുക്കളയിൽ ഒരു സ്പൂണ് വീണാ ബദർ യുദ്ധം ഉഹദ് യുദ്ധം ഒപ്പം ഉണ്ടാവും. നമ്മളെ കുറിച്ച് ആലോചിക്കണം, വേറുള്ളവരെ പറ്റി ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല. മഗ്ഫിറത്തിന്റെ 10 ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിലേ അള്ളാഹു തആല നമ്മക്ക് പൊരുത്തപ്പെട്ടുള്ളൂ. 10 കൊല്ലം മുമ്പ് ഒരാൾ കണ്ണുർട്ടിയത് ഇപ്പോഴും മനസ്സിൽ വെച്ച് നടക്കുകയാണ്. എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് പടച്ചോനെ പൊരുത്തപ്പെടണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നടക്കൂല പരിപാടി.
അള്ളാന്റെ അത്ര വലിയൊരു രാജാവ് ലോകത്ത് വേറെ ആരുമില്ല. ആ രാജാവിനോട് എതിര് ചെയ്താൽ, രാജാവേ ഞങ്ങൾക്ക് എതിര് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാല് കൂലിയരും. രാജാവ് മഹാരാജാവിനോട് എതിര് ചെയ്താല്, എന്റെ അടിമകൾ എന്നോട് എതിര് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടോ നോക്കാൻ വേണ്ടി എല്ലാ ദിവസവും രാത്രി ഭൂമിയുടെ മുകളിലുള്ള ഒന്നാനാകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അള്ളാന്റെയും ഓന്റെ റസൂലിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം ഞമ്മക്ക് വേണം. അപ്പോഴേ നമ്മൾ നേരാവുള്ളൂ. അള്ളാന്റെ സ്വഭാവം വരണം. അള്ളാന്റെ സ്വഭാവമാണ് റഹ്മാനിയത്ത്, വാത്സല്യം. റഹ്മത്തിന്റെ 10 ദിവസം കഴിഞ്ഞു, മഗ്ഫിറത്തിന്റെ 10 ദിവസം കഴിയാൻ പോവുകയാണ്. കഴിഞ്ഞ റമദാൻ മാസം പെണ്ണുങ്ങളോട് ചൂടായിട്ടുണ്ട്, ഈ റമദാൻ മാസം പെണ്ണുങ്ങളോട് ചൂടായിട്ടുണ്ട്. എന്ത് മാറ്റേ നമ്മളിലുണ്ടായത്? എന്ത് മാറ്റം നമ്മളിലുണ്ടായത്? കോട്ടക്കൽ ചന്തയിൽ വന്നിട്ട് മീൻ വാങ്ങി പെരേക്ക് എന്നപ്പോ ബഹുമാനപ്പെട്ട തേനു മുസ്ലിയാര് ബഹാവുദ്ദീൻ ഉസ്താദിന്റെ വല്ലിപ്പ തേനോലിയൊരു കോട്ടക്കൽ അങ്ങാടിയിൽ വന്നിട്ട് മീൻ വാങ്ങി പെരയിലെത്തിയപ്പോ മീന്റെ കൂടെ കുറെ എറുമ്പുകളുണ്ട്. ആ മീൻ സഞ്ചിയും കൈ പിടിച്ചിട്ട് കോട്ടക്കൽ ചന്തയിൽ വന്ന് എറുമ്പുകൾ അവിടെ തന്നെ ചാടിച്ചിട്ട് പോകുമ്പോ പറഞ്ഞു, തരാ കുട്ടികളെ, നിങ്ങളിഞ്ഞ് കൂട്ടം തെറ്റിയിട്ട് അടങ്ങാറാവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ വന്നതാണ്. ഞമ്മക്ക് കൂരിയാടുന്ന കോട്ടയ്ക്ക് 7 ഉറുപ്പ്യാണ് ചെലവാവും. അതന്നെ നടക്കുവോ? വാത്സല്യം എന്ന് പറഞ്ഞത് എവിടെയുള്ളത്? റഹ്മത്ത് എവിടെയുള്ളത്? അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ച് നാളെ സ്വർഗത്തിൽ വെച്ച് പറയുന്നുണ്ട്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. സ്വർഗാവകാശികൾ എല്ലാവരും സ്വർഗത്തിലെത്തിയതിനു ശേഷം അല്ലാഹു തആല മലക്കുകളെ വിളിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരാൻ വേണ്ടി പറയും. മലക്കുകൾ പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരും. ശബ്ദം മുഅ്ജിസത്തായി നൽകിയിട്ടുള്ള സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാമിനെ ആ സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ പറയുമ്പോ മഹാനായ ദാവൂദ് നബി സ്വർഗത്തിൽ വെച്ച് പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ. മനോഹരമായി പാരായണം ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ട് സ്വർഗമാകമാനം ഇങ്ങനെ ഇളകി മറിയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ ഓതുന്ന സൂറത്ത് അള്ളാന്റെ റഹ്മത്തിനെ പറ്റിയിട്ടാണ്. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നീ ഒരിക്കലും ഇങ്ങനെ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു വണ്ടിയിൽ ഇങ്ങനെ പോവാണ്, ഒരു മോട്ടോർ സൈക്കിളായിട്ട് ഇങ്ങനെ പോവാ. അപ്പോൾ നിന്റെ ശത്രുവിന് എന്തെങ്കിലും പറ്റി എന്ന് നീ കേട്ടു. നിന്റെ ശത്രുവായ ഒരാൾ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് കേട്ടു. വാഹനം സൈഡാക്കിയിട്ട് നിന്റെ ശത്രുവിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്തതിന് ശേഷം മാത്രമേ നിനക്ക് വാഹനം മുന്നോട്ടെടുക്കാൻ കഴിഞ്ഞതുള്ളൂ എങ്കിൽ നിന്നിൽ അള്ളാന്റെ റഹ്മത്ത് വരുന്നുണ്ട് എന്ന് നിനക്ക് മനസ്സിലാക്കാം. നേരം ബഗ്ഗീന്ന് അല്ലാഹു തആല പറയില്ല. എന്തേ ഇന്നലെ പറയാഞ്ഞത് അല്ലാഹു തആല പറയില്ല. ഏതൊരു മനുഷ്യനോടൊരു കാര്യം ചോദിച്ചാലും ഒരു 5000 ഉറുപ്പ്യ ഉണ്ടോന്ന് പറഞ്ഞാൽ, എടാ ഇജ്ജ് രാവിലെ പറഞ്ഞിക്കാണെങ്കിൽ പല വയ്യുണ്ടായിരുന്നു, ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല അറിയും. എന്തേ ഇന്നലെ പറയാഞ്ഞതും ചോദിക്കും. അല്ലാഹു തആല മാത്രം നേരം ബഗ്ഗീന്ന് പറയില്ല. എന്തേ ഇന്നലെ പറയാഞ്ഞതും ചോദിക്കൂല. 11 മാസം എവിടെയായിരുന്നു എന്ന് ചോദിക്കൂല. പറയാൻ തയ്യാറായാൽ മതി, പറയാൻ തയ്യാറായാൽ മതി. നമ്മൾ പറയാൻ തയ്യാറില്ല എന്നതാണ് പ്രശ്നം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരും അള്ളാഹിനോട് ദ്വാരക്കലില്ല. വലിയ വലിയ കാര്യം മാത്രമേ പറയലുള്ളൂ. പടച്ചോനെ കുഷ്ഠം തരരുതേ, വെള്ളപ്പാണ്ട് തരരുതേ, ക്യാൻസർ തരരുതേ, കീറിമുറിക്കുന്ന ദണ്ണം തരരുതേ എന്ന് നമ്മൾ ദ്വാരക്കും. പനി തരരുതേ എന്ന് ദ്വാരക്കലില്ല. കാരണം എന്താ? പനിക്ക് പാരസിറ്റാമോള് മതി, അള്ള വേണ്ടെന്നാ നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പൊ എന്തായി? പനി ഒന്ന് നോക്കുമ്പോ എവിടുന്നേ വന്നതെന്നും കൂടി യാതൊരു പിടുത്തില്ലാത്ത രൂപത്തിലായി. അള്ളാഹു എല്ലാ മാരാവ്യാധികളെ തൊട്ടും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അവൻ നമ്മളെ സലാമത്താക്കട്ടെ.
അവൻ നൽകുന്ന പരീക്ഷണങ്ങൾ അതിജയിക്കാനുള്ള തൗഫീഖ് കൂടി അവൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണം. അള്ളാന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്, വളരെ വ്യാപകമാണ്. റഹ്മത്തിന്റെ വാക്ക് നമുക്ക് പലപ്പോഴും ഇല്ല. നമ്മളൊരു വർത്താനം പറയും പോലും റഹ്മത്തില്ല. കാലുകൊണ്ട് വയ്യെങ്കിലും ഞാൻ ഇവിടെ നിന്ന് നീച്ച എൻ്റെ എല്ല് ഞാൻ ചവിട്ടി മുറിച്ചു എന്നൊക്കെ പറയാം. വർത്താനത്തിൽ വരെ റഹ്മത്തില്ല, നോട്ടത്തിൽ റഹ്മത്തില്ല, സമീപനങ്ങളിൽ റഹ്മത്തില്ല, ഒന്നിലും റഹ്മത്തില്ല. പരിശുദ്ധമായ റമദാൻ കഴിയുമ്പോഴേക്ക് പക്ഷിക്കുഞ്ഞിനെ കൂട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം എന്നോട് മിണ്ടിയാൽ മതി എന്ന് പറഞ്ഞ മുത്തുനബിയുടെ ഉമ്മത്താണ് ഞാൻ എന്ന് പറയാനുള്ള ഒരു ക്വാളിറ്റി നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ റമദാൻ മാസത്തിലുള്ളതിനേക്കാൾ എന്തെങ്കിലും ഒരു മാറ്റം ഈ റമദാനിലേക്ക് നമുക്കുണ്ടെങ്കിൽ മാത്രമേ റമദാൻ നമുക്ക് മുതലാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കൊല്ലം നഷ്ടായി. സംഗതി ഇപ്പോൾ വണ്ടി തട്ടി മരിച്ചാൽ ഷഹീദിന്റെ കൂലിയുണ്ട്, മരത്തിന്റെ ചോട്ട് വെട്ടാൽ ഷഹീദിന്റെ കൂലിയുണ്ട്, പള്ളവേദനയായിട്ട് മരിച്ചാൽ ഷഹീദിന്റെ കൂലിയുണ്ട്. പക്ഷെ നമ്മളെല്ലാരും എന്തിനാ ദീർഘായുസിന് ദ്വാരക്കണേ? ദീർഘായുസിന് ദ്വാരക്കണേന്റെ കാരണം 75 വയസ്സായ ആൾക്കും 76 വയസ്സായ ആൾക്കും ഒരേ ഈമാൻ പോരാ. ഒരു കൊല്ലം ഏറെ ജീവിച്ചാല് ഒരു കൊല്ലത്തെ ഈമാൻ കൂടുതൽ ഉണ്ടാവണം. അതിനാണ് ഏറെ ചോദിക്കുന്നത്. അത് ഉണ്ടായില്ലെങ്കിൽ നഷ്ടം. കഴിഞ്ഞ കൊല്ലത്തെ റമദാനിനേക്കാൾ ഈ വർഷത്തെ റമദാനിൽ ഒരു കൊല്ലത്തെ ഈമാൻ കൂടിയിട്ടുണ്ടോ? നഷ്ടാണ്, ലാഭാണ്. ജീവിതം ഇബാദത്തായ 2 വർഗം മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ. ഒന്ന് മനുഷ്യവർഗമാകുന്നു, മറ്റത് ജിന്ന് വർഗമാകുന്നു. കയ്യും കാലും ഇളകണില്ല, കണ്ണളകണില്ല, മുണ്ടി വർത്താനം പറയണില്ല, അന്നും വെള്ളം ഇറങ്ങണില്ല. കട്ടിലും അങ്ങനെ ഈമാനോടുകൂടെ കടന്നാല് ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും അവന്റെ ഏടുകളിൽ ഹസനാത്തി എഴുതി വെക്കുന്നവനാണ് അല്ലാഹു തആല. ജീവിതം ഇബാദത്തായ 2 വിഭാഗേ ഉള്ളൂ. ഒന്ന് ജിന്ന് വർഗമാകുന്നു, മറ്റൊന്ന് ഇൻസ് വർഗമാകുന്നു. പിരാന്തൻ അല്ലാഹു തആല സ്വർഗം കൊടുക്കും. ഏത് ഇബാദത്തിന്റെ പേരിലാണ് അവന് സ്വർഗം കൊടുക്കുന്നത്? അവൻ ജീവിക്കുന്നു എന്നതാകുന്നു അവൻ ചെയ്യുന്ന ഇബാദത്ത്. ഓൻ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ, അതന്നെയാണ് ഓൻ ചെയ്യുന്ന ഇബാദത്ത്. ജീവിതം ഇബാദത്തായ 2 വർഗം. ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാനും ആ 2 വർഗത്തോട് മാത്രമേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. മൂരിയോട് മൂരി നീ നിന്റെ ബുദ്ധി കൊണ്ട് അള്ളാഹിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ടില്ല. മരത്തോട് പറഞ്ഞിട്ടില്ല. മൂരി ജന്മനാ മുസ്ലിമാണ്, പോത്ത് ജന്മനാ മുസ്ലിമാണ്, മരിക്കുമ്പോഴും മുസ്ലിമാണ്. മരങ്ങൾ മുസ്ലിമാണ്, നക്ഷത്രം മുസ്ലിമാണ്. വന്നജ്മു വശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും മുസ്ലിമീങ്ങളാകുന്നു. മനുഷ്യന് മാത്രമാണ് സംശയമുള്ളത്, ജിന്നിനുമാണ് സ്വാതന്ത്ര്യമുള്ളത്. മനുഷ്യൻ, ജിന്ന് എന്നീ 2 വർഗങ്ങളെ അല്ലാഹു തആല ജനിപ്പിച്ചിരിക്കുന്നത് മുസ്ലിമാക്കി തന്നെയാണ്. എല്ലാ മനുഷ്യനും 3 കാര്യങ്ങൾ ജന്മനാ ഉണ്ടെന്നാണ്. 1 ഫിത്രത്തുൽ ഈമാൻ, 2 ഫിത്രത്തുൽ ഇൽമ്, 3 ഫിത്രത്തുൽ ഖുവ്വത്ത്. 3 ഗുണങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും ജന്മനാണ്ട്. ഫിത്രത്തുൽ ഈമാൻ, എല്ലാ മനുഷ്യന്മാരും ജന്മനാ മുഅ്മിനീങ്ങളാണ്. പിന്നെ അവനൊരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം കൊണ്ട് ഓൻ കാഫിറാവാതിരുന്നാ മതി. ജന്മന എല്ലാവരും മുഅ്മിനീങ്ങളാണ്, എല്ലാ മനുഷ്യന്മാരും. ജന്മന എല്ലാവർക്കും വിവരമുണ്ട്, വിവരമില്ലാത്ത ആരുമില്ല. പിരാന്തൻ എന്താ വണ്ടി വരുമ്പോ റോട്ടിന്റെ നടുക്കൊക്കെ നിൽക്കാത്തത്? വിവരമുള്ളതുകൊണ്ട് തന്നെയാണ്. അതാണ് ഫിത്രത്തുൽ ഇൽമ് പറഞ്ഞത്. എല്ലാവർക്കും ഉണ്ട്. ജീവിക്കാൻ ആവശ്യമായ വിജ്ഞാനം അള്ളാഹു എല്ലാവർക്കും ജന്മന നൽകിയിട്ടുണ്ട്. അതിനെയാണ് ഫിത്രത്തുൽ ഇൽമ് എന്ന് പറയുന്നത്. ഫിത്രത്തുൽ ഖുവ്വത്ത് എന്ന് പറയുന്ന ഒന്ന് നമുക്കുണ്ട്. ജന്മന എല്ലാവരും കഴിവുള്ളവരാണ്, ആരും കഴിവില്ലാത്തവരല്ല. സ്വന്തം ചുമലുകൊണ്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഭിത്തികൾ തള്ളി മാറ്റിയാണ് എല്ലാവരും പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ തിരക്കിയിട്ടാണ് എല്ലാവരും പുറത്തേക്ക് വന്നത്. ഇങ്ങനെയാണ് തള്ളി മാറ്റിയിട്ട് തല പുറത്തേക്ക് ഇട്ടിട്ട് അങ്ങനെയാണ് വന്നത് എല്ലാവരും. ഇതാണ് ഫിത്രത്തുൽ ഖുവ്വ. എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അവൻ അല്ലാഹു തആല സ്വാതന്ത്ര്യം നൽകി. ആ സ്വാതന്ത്ര്യം കൊണ്ട് അവൻ കാഫിറാകാതിരുന്നാൽ മതി. ആ സ്വാതന്ത്ര്യം കൊണ്ട് അവൻ ഫാസിഖാവാതിരുന്നാൽ മതി. ആ സ്വാതന്ത്ര്യം കൊണ്ട് അവൻ ജാഹിലാകാതിരുന്നാൽ മതി. ജാഹിൽ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവനല്ല, ബോധമില്ലാത്തവനാകുന്നു.
വിവരം എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഇപ്പം അങ്ങനെ പ്രസംഗിക്കുകയാണ്. ഞാൻ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നത് ഓരോന്നാണ്, എല്ലാവർക്കും കൂടി ഒന്നല്ല മനസ്സിലാകണത്. കാരണം മനസ്സിലാകുക എന്ന് പറഞ്ഞ സാധനം കിടക്കുന്നത് എല്ലാവരെയും തലൻ്റെ ഉള്ളിലാണ്. എല്ലാവരും കൂടിയും തല ഒന്നല്ല, വേറെ വേറെ തലയാണ്. എനിക്കൊരിക്കലും നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കി തരാൻ കഴിയില്ല. എനിക്കൊരു കാര്യം പറഞ്ഞു ഒച്ചുണ്ടാക്കാനേ കഴിയുള്ളൂ. മനസ്സിലാക്കണത് നിങ്ങൾ ഓരോരുത്തരും വേറെ വേറെയാണ് മനസ്സിലാക്കുന്നത്. ഓരോരുത്തരെയും തല ഉപയോഗിച്ചാണ് മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കാൻ ആവശ്യമായ കാര്യങ്ങളെ അല്ലാഹു തആല നേരത്തെ തന്നെ തലയിൽ വെച്ചിട്ടുണ്ട്. അതിനെയാണ് ഫിത്രത്തുൽ ഇൽമി എന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ടാണ് എല്ലാവരും എല്ലാ കാര്യം മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും അല്ലാഹു തആല അടിസ്ഥാനപരമായി വിവരം നൽകിയിട്ടുണ്ട്. ജനിച്ചതിന് ശേഷം അവൻ അല്ലാഹു തആല നൽകിയ സ്വാതന്ത്ര്യം വെച്ചിട്ട് അവൻ ജാഹിലാകാതിരുന്നാൽ മതി. ജാഹിൽ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവൻ എന്നല്ല, ബോധമില്ലാത്തവൻ എന്നാണ്. അബൂജാഹിൽ വിവരമില്ലാത്തവനല്ല, ബോധമില്ലാത്തവനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലാവാൻ എല്ലാ നിലക്കും യോഗ്യനാണ് എന്ന് അബൂജാഹിലിന് വിവരമുണ്ട്. പക്ഷേ മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ് എന്ന ബോധം അവനുണ്ടായില്ല എന്നതാണ് അവന്റെ പ്രശ്നം. വിവരവും ബോധവും രണ്ടാണ്. വിവരം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, അബോധമാവണം. ദേഷ്യപ്പെടരുത് എന്നത് നമ്മളെ വിവരാണ്, നമ്മളെ ബോധമല്ല. അതുകൊണ്ടാണ് ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടാവുമ്പോ പിന്നെയും ദേഷ്യപ്പെടുന്നത്. അസൂയ വെക്കരുത് എന്നത് നമ്മളെ വിവരാണ്, ബോധമല്ല. അതുകൊണ്ടാണ് അസൂയന്റെ സാഹചര്യം വരുമ്പോ വീണ്ടും അസൂയ ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ അസൂയ എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന ധിക്കാരമാകുന്നു. കാരണം ആരും ഒരു സാധനം സ്വന്തമായി നേടുന്നതല്ല, അള്ളാഹ് കൊടുക്കുന്നതാണ്. വിതരണം ചെയ്യുന്ന അള്ളാഹു തആലയാണ്. ഇന്റത് എടുത്തിട്ട് ബഷീർ മാഷ്ക്ക് കൊടുത്തതല്ല, ബഷീർ മാഷ് എടുത്തിട്ട് എനിക്കും തന്നതല്ല. എനിക്ക് കണക്കാക്കിയതാണ്, എനിക്ക് തന്നത്. മൂപ്പർക്ക് കണക്കാക്കിയതാണ്, മൂപ്പർക്ക് കൊടുത്തത്. പിന്നെന്തിനാ ഞാൻ അസൂയ വെക്കണത്? എന്റെ എടുത്തു കൊടുത്തതാണെങ്കിലുള്ള ബുദ്ധിമുട്ട്. അള്ളാഹു തആലയാണ് എനിക്കും തന്നത്, അള്ളാഹു തആലയാണ് മൂപ്പർക്കും കൊടുത്തത്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ അടിവയെ ആക്രമിക്കുകയില്ല. എനിക്ക് എത്രയാണോ തരേണ്ടത് അത്ര എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ തരേണ്ടത് അത്ര നിങ്ങൾക്കും തന്നിട്ടുണ്ട്. ആർതും കുറക്കൂല, ആർതും കൂട്ടൂല. അള്ളാഹുവിന്റെ നീതി എന്താണെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ദിവസമാണ് മഹ്ശറ. എന്തേ പഠിച്ചോനെ 5 വക്തും സുബഹി നിസ്കരിച്ച് ഞാൻ ഇങ്ങനെയും തോരന്നിട്ട് ഇന്റെ പെരപ്പണി തീരാഞ്ഞത്? എന്തുകൊണ്ട് നിന്റെ പെരപ്പണി തീർന്നില്ല എന്ന് നിന്നെ ബോധ്യപ്പെടുത്തി തരുന്ന ദിവസമാണ് മഹ്ശറ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് അവിടെ വെച്ച് പറയും. ഇങ്ങനെയാണെങ്കിൽ പെരപ്പണി തീരാഞ്ഞ കുഴപ്പമില്ല, കാല് വെച്ചുത്തി വീണ തരക്കടില്ല എന്ന് അവിടുന്ന് പറയും. മഹ്ശറയിൽ നിന്നെല്ലാവരും പറയും, അള്ളാഹുവിന്റെ നീതി എന്താണ്, അള്ളാഹിന്റെ നീതി എന്താണെന്ന് എല്ലാ മനുഷ്യനെയും ബോധ്യപ്പെടുത്തുന്ന ദിവസത്തെയാണ് മഹ്ശർ എന്ന് പറയുന്നത്. എല്ലാരും എല്ലാ കാര്യവും ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വഭാവം നമ്മളിൽ വരണം. അള്ളാഹു വാത്സല്യവാനാകുന്നു. അള്ളാഹിന്റെ വാത്സല്യത്തെ കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അതില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരണം. ഇമാം തുബ്രാനി ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്തദറക്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. വളരെ പ്രബലമായ ഒരു ഹദീസ്. നിങ്ങളാരും നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് കളവ് പറയരുത്. നിങ്ങളാരും നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് കളവ് പറയരുത്, ഇല്ലാത്തത് പറയരുത്. നിങ്ങളാരും നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് ഗീബത്ത് പറയരുത്. നിങ്ങളാരും നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് നമീമത്ത് പറയരുത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് അയാളെ കുറിച്ച് പറയലാണ്. ഉള്ളതന്നെ ഇല്ലാത്തത് പറയലല്ല, നുണ പറയലാണ്. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഫിത്നയുണ്ടാകണം എന്ന ഉദ്ദേശത്തോടുകൂടി ഒരാൾ പറഞ്ഞത് വേറൊരാളോട് പറയലാകുന്നു. അതാണ് നമീമത്ത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട അവയവം നാവാണ്. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട അവയവം നാവാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി അഹദിയത്താണ്, ഏകത്വമാണ് ഏറ്റവും വലിയ ശക്തി ദുനിയാവിലെ. സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് മുതലാളി പായയിൽ ചുരുട്ടി മണലിൽ കിടത്തി ഇടിച്ചപ്പോ
ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത് അഹദുൻ അഹദ്, അഹദുൻ അഹദ് എന്നായിരുന്നു. അഹദ് അഹദ് എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടുകൊണ്ട് അതുവഴി നടന്നു പോവുകയായിരുന്ന ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹദുനി യുൻജീക യാ ബിലാൽ, അഹദ് നിന്നെ രക്ഷപ്പെടുത്തും ബിലാലേ എന്ന് പറഞ്ഞു. അഹദിയത്താണ് ദുനിയാവിലെ ഏറ്റവും വലിയ ശക്തി. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉസ്സിസതിസ് സമാവാതു വൽ അർളു അലാ ഖുൽ ഹുവല്ലാഹു അഹദ്. ആകാശഭൂമികൾക്ക് തറക്കല്ലിട്ടിരിക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിന്റെ മേലിലാകുന്നു. പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ശക്തി അഹദിയത്താണ്. നമ്മളെ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയുണ്ട് വേഴാമ്പല്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് വേഴാമ്പൽ. എന്തുകൊണ്ട് വേഴാമ്പൽ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയായി എന്നാള് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരാൾ എനിക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തന്ന ഒരു കഥയാണ്, ഒരു മെസ്സേജ്. അതിലുണ്ട് എന്തുകൊണ്ട് വേഴാമ്പൽ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയായി. അതിന് കുറെ ഉത്തരങ്ങളാണ്. ഒന്ന്, വംശനാശം സംഭവിക്കാൻ പോകുന്ന ഒരു പക്ഷിയാണ് വേഴാമ്പൽ. 2, കേരളത്തിൽ തന്നെ, ലോകത്ത് തന്നെ അപൂർവമാണ്, കേരളത്തിൽ തന്നെ അപൂർവമായേ അതിനെ കാണപ്പെടാറുള്ളൂ. 3, വളരെ ആകർഷണീയമായ ഒരു പക്ഷിയാകുന്നു വേഴാമ്പൽ. ഇങ്ങനെ കുറെ ഉത്തരങ്ങൾ. അവസാനത്തൊരു ഉത്തരം വേഴാമ്പൽ ഏക ഭാര്യയോടൊപ്പം ജീവിക്കുന്ന പക്ഷിയാണ്. ഒരു ആൺവേഴാമ്പൽ പെൺവേഴാമ്പലുമായി ഇണചേർന്നാൽ പിന്നെ ആ ആൺവേഴാമ്പൽ മറ്റൊരു പെണ്ണുമായി ഇണചേരൂല. പിന്നെ ജീവിതകാലം മുഴുവൻ ആ ഒരു ഇണയെ മാത്രമേ കൊണ്ടു നടക്കുകയുള്ളൂ. അത് വേഴാമ്പലിന്റെ ഒരു പ്രത്യേകതയാണ്. പെൺവേഴാമ്പൽ മുട്ടയിടാനായി മുട്ടയിടുമ്പോൾ നല്ല ഒരു മാളം, ഒരു ഗുഹ, ഒരു പൊത്ത് തിരഞ്ഞെടുക്കും. അങ്ങനെ ആ പൊത്തിൽ പോയി വേഴാമ്പൽ മുട്ടയിടും. മുട്ടയിട്ട് കഴിഞ്ഞ് വിരിക്കാനാവുമ്പോ ആ മുട്ടകളെയും പെൺവേഴാമ്പലിനെയും ആ പൊത്തിലാക്കിയിട്ട് ആൺവേഴാമ്പൽ അതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേകമായ സ്രവം ഉപയോഗിച്ച് ആ പൊത്തിന്റെ മുൻഭാഗം അടക്കും. ഒരു കൊക്ക് ഉള്ളിലേക്ക് ഇടാനുള്ള സ്ഥലം മാത്രം ബാക്കി വെക്കും. ശ്വാസം കിട്ടാനും ഒരു കൊക്ക് ഇങ്ങനെ ഉള്ളിക്കിടാനുള്ള സ്ഥലം മാത്രം ബാക്കി. പുഴക്കരയിലും മലകളിലും പർവ്വതങ്ങളിലും സഞ്ചരിച്ച് ആൺവേഴാമ്പൽ ഭക്ഷണം ശേഖരിക്കും. അങ്ങനെ അത് മടങ്ങി വന്ന് തന്റെ ഭാര്യ ഇരിക്കുന്ന ആ ഗുഹയുടെ ആ പൊത്തിന്റെ ഉള്ളിലേക്ക് കൊക്ക് ഇങ്ങനെ മാത്രം ഇട്ടിട്ട് ഭക്ഷണം കൊടുക്കും. മുട്ട വിരിഞ്ഞ് കുട്ടികൾ പുറത്തിറങ്ങാനാകുമ്പോ പെൺവേഴാമ്പൽ അതിന്റെ കൊക്ക് പുറത്തേക്കിടും. അപ്പോൾ ആൺവേഴാമ്പൽ ആ കൂട് കൊത്തിപ്പൊളിക്കുകയും അങ്ങനെ കുട്ടികളും തള്ളയും പുറത്തിറങ്ങുകയും അവർ കുടുംബമായി ജീവിക്കുകയും ചെയ്യും. ഇര തേടിയുള്ള യാത്രയിൽ വല്ല പുഴക്കരയിൽ വെച്ചോ വല്ല മലകളിൽ വെച്ചോ വഴിയിൽ വെച്ചോ എവിടെയെങ്കിലും ആൺവേഴാമ്പലിന് വല്ല അപകടവും സംഭവിച്ചാൽ, ഞമ്മളെപ്പോലത്തെ വല്ല ദുഷ്ടന്മാരും കല്ലെറിഞ്ഞാല് അല്ലെങ്കിൽ വണ്ടി കുത്തിച്ചാല്, ഗുഹയിലിരിക്കുന്ന പെൺവേഴാമ്പലും കുട്ടികളും ഭർത്താവിനെ അല്ലെങ്കിൽ ഉപ്പയെ കാത്തുകൊണ്ട് ഇരുന്ന് കരഞ്ഞ് 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 ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാതെ മരണപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഇലക്ട്രിക്കൽ കമ്പിമേ തട്ടിയിട്ട് പ്രാവ് താഴെ വീണ് കിടക്കുമ്പോ ഞമ്മക്കാർക്കെങ്കിലും അതിനെ കാത്തിരിക്കണേ ഒരു ഭാര്യയുണ്ട് ഒരു ഭർത്താവുണ്ട് എന്ന് തോന്നാറുണ്ടോ? റഹ്മത്ത് നമ്മളെ കൽബിൽ വന്നിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. റമദാൻ മാസം വരും, റമദാൻ മാസം പോകും എന്നതല്ലാതെ. റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഞാൻ റഹ്മത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് അസർക്ക് ഒതുണ്ടാക്കാൻ മൂത്രയിക്കാൻ വേണ്ടി ബാത്റൂമിൽ ചെന്നപ്പോ ക്ലോസറ്റിൽ ഒരു പുൽച്ചാടി ഉണ്ട് കിടക്കണം. ജീവൻ പോയിട്ടില്ല, ഒരു പുൽച്ചാടി. നമ്മൾ ഈ പറയണ കാര്യങ്ങളും ഈ കേൾക്കണ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോന്ന് അള്ളാഹു തആല നോക്കും. നമ്മളെ ജീവിതത്തിൽ ഉണ്ടോ നോക്കും.
എളുപ്പമുള്ള പരിപാടി എന്താ വെച്ചാൽ ആ ഫ്ലഷ് ബട്ടൺ ഇങ്ങോട്ട് താഴ്ത്തിങ്ങാണ്ട് വെള്ളം അടിച്ചിങ്ങാണ്ട് കളയലാണ്. പക്ഷേ ഞാൻ ഇന്ന് തേനൂലരെ പറ്റി വാത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. ഒരു കയറിട്ട് കൊടുത്തു, പുൽച്ചാടി കയറിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ റഹ്മത്തുണ്ടോ എന്ന് അള്ളാഹു പരിശോധിക്കും. അത് പല രൂപത്തിലേക്കാരം. ചിലപ്പം വല്ല ഫക്കീറന്മാരെയും കോലത്തിലേക്കാരം, അല്ലെങ്കിൽ വല്ല മിസ്കീന്മാരെയും കോലത്തിലേക്കാരം, അല്ലെങ്കിൽ വല്ല വഴിപോക്കരുടെയും കോലത്തിലായിരിക്കും, അല്ലെങ്കിൽ വല്ല ഭ്രാന്തന്റെയും കോലത്തിലായിരിക്കും. ഭ്രാന്തനെ ഭ്രാന്ത എന്ന് വിളിച്ച് അപമാനിക്കുന്നവൻ ഓന്റെ കിതാബും കെട്ടും കൈ പിടിച്ചങ്ങാണ്ട് ഹിസാബിന് കാത്തുക്കുമ്പോ പിരാന്തം കാണാൻ ഇക്കൂടെ ഇങ്ങനെ പോണു സ്വർഗത്തേക്ക്. ഒരു ഭ്രാന്തനെ കണ്ടപ്പോഴും അള്ളാഹുവേ ഇത് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനാണല്ലോ എന്ന് നമുക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. ഒരാളെ ആദരിക്കാൻ ബഹുമാനിക്കാനുള്ള വഴി തേടുന്നതിന് പകരം ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ വല്ല വഴികളുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഒരു മനുഷ്യനെ ബഹുമാനിക്കാൻ പറ്റ വല്ല വഴിയുണ്ടോ എന്ന് നമ്മളാരും നോക്കലില്ല. ബഹുമാനിക്കാനുള്ള വല്ല മാനദണ്ഡം ഉണ്ടോ എന്ന് നമ്മൾ നോക്കലില്ല. അവനെ ചവിട്ടി താഴ്ത്താൻ ഇൻസൾട്ട് ചെയ്യാൻ വല്ല വഴികളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. 10 റമദാൻ വന്നിട്ട് എന്താ നമുക്ക് കാര്യം? നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മൾ തന്നെ റഹ്മത്തുള്ളവരാവണം, നമ്മൾ തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നവരാവണം. അപ്പോഴേ അള്ളാഹു നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യുകയുള്ളൂ. അള്ളാഹുവിന്റെ സ്വഭാവം നമ്മളിലുണ്ടോ എന്നവൻ പരിശോധിച്ചു കൊണ്ടിരിക്കും, അവൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനങ്ങൾ നമ്മളിൽ വരണം. നബി തങ്ങളുടെ ജീവിത രീതികൾ നമ്മളിൽ വരണം. അവിടുത്തെ വാക്ക് വരണം. 63 കൊല്ലത്തിനിടയിലും ഞാനാ പറഞ്ഞത് എന്റെ അടുക്കൽ അബദ്ധം പറ്റിയതാണ്, നിങ്ങൾ പൊരുത്തപ്പെടണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയേണ്ടി വന്നിട്ടില്ല. പറഞ്ഞത് ആകെ ഒരു സവാദിനോട് മാത്രമാണ്. ബദർ നടക്കുന്ന സമയത്ത് ബദർ യുദ്ധം നടക്കുന്നു. ബദറിൽ പോയി സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വെള്ളത്തടാകത്തിന്റെ ഭാഗത്ത് നബിയും സഹാബത്തും നിലയുറപ്പിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നമുക്ക് ബടക്കാം. അങ്ങനെ അവിടെ നിന്നു. വെള്ളത്തടാകത്തിന്റെ ഭാഗത്ത് നബിയും സഹാബത്തും നിലയുറപ്പിച്ചു. അബൂജാഹിലിന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് വന്ന ശത്രുക്കൾ യുദ്ധത്തിന് വേണ്ടി അണിനിരന്നു. നബി തങ്ങൾ ഇങ്ങനെ യുദ്ധത്തിന്റെ അണി ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടി കൊണ്ട് കാലിങ്ങനെ ശരിയാക്കാണ്. അപ്പൊ സവാദ് റളിയല്ലാഹു അൻഹു വയറ് കൊണ്ട് അല്പം മുമ്പിലേക്ക് മുന്തി നിൽക്കുന്നത് കണ്ടപ്പോ നബി തങ്ങൾ വയറുമ്പോ ഒന്നിങ്ങനെ തൊട്ടു, സവാദേ നേരക്ക് എന്ന് പറഞ്ഞു. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് വേദന ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വേദന ആയി പറഞ്ഞു. ഞാൻ എന്താ വേണ്ട ചോദിച്ചു. അതേമാതിരി ഇങ്ങളെയും കുത്തണം എന്ന് പറഞ്ഞു. അതേമാതിരി ഇങ്ങളെയും കുത്തണം എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു കുത്തിക്കോ പറഞ്ഞു. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ എന്റെ ശരീരത്തിൽ കുപ്പായമില്ല, നിങ്ങളുടെ ശരീരത്തിൽ കുപ്പായുണ്ട്, അതുകൊണ്ട് കുപ്പായം ഇല്ലാതെ കുത്തണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. കുപ്പായം കഴിച്ചു. നബിയെ നിങ്ങളുടെ ആ വടി കൊണ്ടാണ് നിങ്ങൾ കുത്തിയത്, അതുകൊണ്ട് കുത്തണമെങ്കിൽ ആ വടി തന്നെ വേണമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ കാലിന്റെ അടിയിൽ ഇങ്ങനെ തരിപ്പ് ഇങ്ങനെ കയറുന്നുണ്ട്. വടി കൊണ്ട് വാങ്ങിയിട്ട് നബി തങ്ങൾ കുപ്പായം മുൻവശത്ത് നിന്ന് നീക്കിയപ്പോ ആ വടിയാണ്ട് ദൂരക്കിട്ടിട്ട് അള്ളാന്റെ റസൂലിനോട് കെട്ടിപ്പിടിച്ചിട്ട് സവാദ് പറഞ്ഞു, അള്ളാന്റെ റസൂലേ സവാദ് നിങ്ങളെ കുത്താൻ ബൂതിയായിട്ടല്ല, നിങ്ങൾ കുത്തിയത് വേദനായിട്ടുമല്ല. ഇനി വേദന ആയിട്ടുണ്ടെങ്കിൽ സവാദിനൊട്ട് കുഴപ്പമില്ല. നിങ്ങളുടെ ശരീരം തട്ടിയ ഭാഗം നരകത്തിൽ പോകൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സവാദ് നരകത്തിൽ പോവാതിരിക്കാൻ ഇങ്ങനെ ഒരു വഴിയെ എനിക്ക് തോന്നിയതുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സവാദിന് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എടാ ഈ യുദ്ധത്തിന് വരി നിൽക്കണ നേരത്തെ ആന്റെ കോപ്രായം എന്ന് ചോദിച്ചില്ല. അതാണ് മുത്തുനബിയുടെ റഹ്മത്ത് പറഞ്ഞത്. ഒരിക്കൽ കൊളത്തൂർ മൗലവി പറഞ്ഞ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാള് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ലെറ്റർ വേർഡ് കട്ടടിച്ചിട്ട് പിരിവടത്തി. തങ്ങളെ ലെറ്റർ വേർഡിന്റെ അതേമാതിരി അടിച്ച് സീലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇയാളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് കത്തൊക്കെ ഉണ്ടാക്കിയിട്ട് പിരിവടത്തി. സംശയം തോന്നിയ ആൾക്കാർ അയാളെ പിടിച്ച് നോക്കുമ്പോൾ അയാൾ ലെറ്റർ വേർഡ് കട്ടുണ്ടാക്കിയാന്ന് മനസ്സിലായി. അങ്ങനെ ശിഹാബ് തങ്ങളെ എടുത്തു കൊണ്ടുപോയി. ഈ കത്തൊക്കെ നോക്കിയപ്പോൾ തങ്ങൾക്ക് മനസ്സിലായി മൂപ്പര കത്തല്ല.
അപ്പൊ ചോദിച്ചത്രേ, അങ്ങനെ ഇങ്ങനെ എന്റെ ലെറ്റർ വേർഡൊക്കെ ഉണ്ടാക്കിയിട്ട് പിരിവടത്തിയോന്ന് ചോദിച്ചു. ആ നടത്തിയായിരുന്നു. അതെന്തേന്ന് ചോദിച്ചു. അത് എനിക്ക് വേറൊരു വൈജുവില്ലായിട്ട് പറഞ്ഞു. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാണ്ട് ദ്വാരനാട് പൊയ്ക്കോ എന്ന് പറഞ്ഞു എന്നാ. മുത്തുനബിയുടെ രക്തം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ഓടിക്കൊണ്ടിരിക്കുകയാണ് അഹ്ലു ബൈത്തിൽ. അതാണ് ആ പ്രത്യേകത. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും സ്വഭാവം നമുക്ക് വരുന്നുണ്ടോ എന്നതാണ് ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ 10 ദിവസം റഹ്മത്തിന് പകരം 10,000 ദിവസം വന്നിട്ട് ഒരു കാര്യമില്ല. 10 ദിവസത്തെ മഗ്ഫിറത്തിന് പകരം 10,000 ദിവസം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നമുക്കൊരു മാറ്റമില്ലെങ്കിൽ. കഴിഞ്ഞ റമദാൻ മാസത്തിലും പെണ്ണുങ്ങളോട് ചാറ്റിൽ പേറിയനും ചൂടായിരുന്നു. ഈ റമദാൻ മാസത്തിലും ചൂടായിട്ടുണ്ട്. പിന്നെന്ത് മാറ്റാനുള്ളത്? ഇന്നെന്ത് മാറ്റാൻ നമുക്കുള്ള? ഞാൻ ദിവസം ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിലിങ്ങനെ പോകുമ്പോൾ ഒരാളിങ്ങനെ ഫോൺ ചെയ്യണുണ്ട്. എന്തോ ഇങ്ങനെ കാര്യമായിട്ട് എന്തോ പറയാണ്. അതിന് നമുക്ക് മനസ്സിലാകുന്ന ഭാഗം ഏതാ വെച്ചാൽ സോറി സാർ എന്നതാണ് മനസ്സിലാകുന്നത്. സോറി സാർ, സോറി സാർ, സോറി സാർ എന്നിങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു ഇയാള്. അപ്പുറത്ത് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ ഇയാൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോഴൊക്കെ സോറി പറയുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോ ബാക്കിലെ സീറ്റിൽ നല്ല തടിച്ചിട്ട് ഒരാളിരുന്നു. ഒരു കുപ്പായൊക്കെ ഇട്ടിട്ട് കട്ടിമീശൊക്കെ വെച്ചിട്ട് നല്ലൊരാൾ. കുറെ കഴിഞ്ഞപ്പോ അയാൾ നീച്ചു. അയാൾ നീച്ചിട്ട് പറഞ്ഞു, മതി എന്റെ സോറി. ഈ ബസ്സിലുള്ള എല്ലാവർക്കും എന്റെ സോറി മനസ്സിലായി. എന്നിട്ടും അങ്ങേ തലക്കുള്ള ആൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇഞ്ഞിജ് പറയണ്ടാർന്നു. ഒരാള് നമ്മളോട് ഈ റമദാൻ മാസം ആയതിനു ശേഷം പള്ളിക്കന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ചെരുപ്പുമ്മ ചവിട്ടണേന് ചൂടാകുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് മഗ്ഫിറത്തിന്റെ ആൾക്കാരാ നമ്മള്, എന്ത് റഹ്മത്തിന്റെ ആൾക്കാരാ. എന്താ പോന് എന്റെ ചെരുപ്പം അങ്ങനെ ചവിട്ടേണ്ട ആവശ്യം? എന്നാൽ ഓന്റെ ചെരുപ്പോന് 2 ഫർലോങ് അപ്പുറത്ത് കൊണ്ടുവച്ചൂടെ? അത് ചെയ്യൂല. ഇങ്ങനെയൊക്കെ ഓരോ ദുർവാശികൾ നമുക്ക്. ഒരു മനുഷ്യൻ പള്ളിക്കന്ന് ഇറങ്ങുമ്പോ ഒന്ന് ചെരുപ്പുമ്പോ ചവിട്ടാതിരിക്കോ? ചവിട്ടിയിട്ട് എന്താ നമ്മളെ ചെരുപ്പാണ് തേഞ്ഞു പോകും? ഇങ്ങനെയൊക്കെയുള്ള ഓരോ തോന്നലുകളെ നമ്മൾക്ക് ഓരോ തോന്നല. പള്ളിക്കത്തെ നോമ്പ് തുറക്ക് ചൂടാവാത്ത ദിവസം ഉണ്ടോ? പള്ളിയത്തെ മരുവിന്റെ നോമ്പ് തുറക്ക് ദേഷ്യപ്പെടാത്ത ദിവസം ഉണ്ടോ നമ്മളെ നാട്ടില്? ഏതെങ്കിലും നാട്ടിലുണ്ടോ? എവിടെ ഇല്ല എന്നല്ല, ഞാൻ എല്ലാവരും കൂടി അടച്ചാക്ഷേപിക്കൊന്നല്ല. പക്ഷെ നമ്മളെ പറ്റി ഒന്ന് ആലോചിക്കണം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട അവയവം നാവാകുന്നു. കാല് 2 എണ്ണാണ്, കൈ 2 എണ്ണാണ്, കണ്ണ് 2 എണ്ണാണ്, മൂക്ക് 2 എണ്ണാണ്, ചെവി 2 എണ്ണമാണ്. 2 എണ്ണമില്ലാത്ത അഹദിയത്തിന്റെ മേൽ അറിയിക്കുന്ന 2 അവയവം മാത്രമേ ഉള്ളൂ. ഒന്ന് നാവാകുന്നു, ഒന്ന് ഗുഹ്യസ്ഥാനമാകുന്നു. മൻ യദ്മനു ലഹി മാ ബൈന ലഹ്യൈഹി വമാ ബൈന ഫഖദൈഹി അദ്മനു ലഹുൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. 2 തുടയെല്ലുകൾക്കിടയിലുള്ള വസ്തുവിന്റെ കാര്യത്തിലും 2 താടിയെല്ലുകൾക്കിടയിലുള്ള വസ്തുവിന്റെ കാര്യത്തിലും ആരെങ്കിലും എന്നോട് ജാമ്യം നിന്നാൽ അവന് സ്വർഗം വാങ്ങിക്കൊടുക്കാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു വാക്ക് തൊള്ളയിൽ നിന്ന് പോയാൽ അത് തിരിച്ചെടുക്കാൻ ഒരു വഴിയും അല്ലാഹുവിന്റെ ദുനിയാവിലില്ല. പറഞ്ഞിട്ടില്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ പറയാവുന്നതാണ്. നിലപാടുകളിൽ വെച്ച് ഏറ്റവും വലിയ നിലപാട് മിണ്ടാതിരിക്കുക എന്ന നിലപാടാകുന്നു. ഏറ്റവും വലിയ നിലപാട് മിണ്ടാതിരിക്കുക എന്നുള്ള നിലപാടാണ്. അതിനെ കടത്തി വെട്ടുന്ന വേറൊരു നിലപാടുമില്ല. വെള്ളിയാഴ്ച ജുമക്ക് ചെന്നാൽ വരെ 2 വർത്താനം പറഞ്ഞില്ലെങ്കിൽ വെള്ളിയാഴ്ചയെന്ന് ഞമ്മക്ക് തോന്നൂല. എപ്പോഴും പറയാൻ ചാൻസ് ഉണ്ടായില്ലെങ്കിൽ ജുമയിരിഞ്ഞ് പോരുമ്പോ ഹൗദും കരക്കെന്നെങ്കിലും 2 ഒച്ചട്ടിട്ടേ നമ്മൾ പോരുള്ളൂ. ഒച്ച ഒരു മനുഷ്യന്റെ യോഗ്യതയല്ല, ഒച്ച അയോഗ്യതയാകുന്നു. وبقيسهم وقتادة من عينه ردت بكف المصطفى الحسناء. 2 ബദരീങ്ങളാണ്. ഒന്ന് കൈസും വേറൊന്ന് ഖതാദയും. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ വയല് പറയാൻ ഭയങ്കര പൂതിയാണ്. അപ്പൊ ഏതെങ്കിലും വയലൊക്കെ ഇങ്ങനെ കേട്ടാൽ അതിലുള്ള പാട്ടൊക്കെ ഇങ്ങനെ കാണാൻ പഠിക്കും. അങ്ങനെ പഠിച്ച പാട്ടാണ്. നമ്മളിപ്പോ ചെല്ലിയ ബദരിയത്തുൽ മങ്കൂസി. അപ്പൊ നമ്മൾ ചെല്ലിയ മജ്ലിസിനൂർ വേറൊരു ബൈത്തുണ്ട്, ബദരിയത്തുൽ ഹംസിയാറുണ്ട്. എല്ലാ ബൈത്തുകളും അവസാനം ഹംസയിൽ അലിഫിലാണ് അവസാനിക്കുക. അതാണ് അതിന്റെ പ്രത്യേകത. അതിൽപ്പെട്ടൊരു ബൈത്താണ്. وبقيسهم وقتادة من عينه ردت بكف المصطفى الحسناء. ആരാ കൈസും ഖത്താദിയും? കൈസിന് ചെവി കേൾക്കൂല, ദേശം കേൾവി കുറവാ.
ചെവി കേൾവി കുറവായതിനാൽ ഖൈസ് റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ സംസാരിക്കും, ഉറക്ക വർത്താനം പറയും. പൊതുവെ കേൾവി കുറഞ്ഞ ആൾക്കാർ ഉറക്ക വർത്താനം പറയും. ഖൈസ് ഉറക്ക വർത്താനം പറയും. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ബഅദൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ ആരും നബി തങ്ങളെക്കാൾ നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കരുത്, നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും നിങ്ങൾ അറിയാതെ എന്നായത്തിറങ്ങിയ അന്ന് മുതൽ സയ്യിദുനാ ഖൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നില്ല. അന്ന് മുതൽ പള്ളിയിലേക്ക് വന്നില്ല. കുറെ ദിവസം കഴിഞ്ഞു. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നമ്മളെ ഖൈസ് എവിടെ? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഖൈസ് ഇപ്പോൾ പള്ളിയിലേക്ക് വരാറില്ല നബിയെ. നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ പോയിട്ട് ഖൈസിനെ കൂട്ടിക്കൊണ്ടീ. ഒരു സ്വഹാബി വര്യൻ പോയി ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ഖൈസേ പള്ളിക്കൊക്കെ വരാത്തത്? അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കേൾവി കുറവാണെന്ന് നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് ഞാൻ ഉറക്ക വർത്താനം പറയും. നിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് നിങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചാൽ അവന്റെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന ആയത്തിറങ്ങിയില്ല നബിയേ. ഖൈസിന്റെ ഉള്ളോടത്തോളുള്ള അമലൊക്കെ പോയില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് പോണ്ടാന്ന് കരുതിയിട്ട് ഖൈസ് പള്ളിക്കൊക്കെ വരാതിരുന്നതാണ് നബിയേ. പള്ളിയിൽ വെച്ച് ദുന്യാവിയായ സംസാരം നടത്തിയാൽ 40 വർഷത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന ഹദീസ്. വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ എന്നിട്ട് മേലക്കാരിന്ന് വർത്താനം പറയുമ്പോ ഞമ്മക്കാർക്കും തോന്നണില്ല, നമുക്ക് ആർക്കും തോന്നലില്ല. ഇതൊന്നും നമുക്ക് ഈമാനല്ല. ഖൈസിന്റെ സങ്കടം ഉള്ളിടത്തോളൊക്കെയാണ് പോയി, ഇനി എന്താ കാട്ടുക, ഞാൻ പള്ളിയിൽ പോണില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈസേ, നിങ്ങൾ രോഗിയായത് കൊണ്ടല്ലേ നിങ്ങൾ വരാതിരുന്നത്, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു നിന്നിരിക്കുന്നു. താൽക്കാലികമായെങ്കിലും നിങ്ങൾക്ക് വിഷമമായോ? നിങ്ങളുടെ വിഷമത്തിന് അല്ലാഹു ഓഫർ നൽകിയിരിക്കുന്നു. ഖൈസേ, നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ഷഹീദാകുമെന്ന് അള്ളാഹു അറിയിച്ചിരിക്കുന്നു. ഖൈസ് റളിയല്ലാഹു അൻഹു സന്തോഷായി. നബി തങ്ങളുടെ ഹദറത്തിൽ വെച്ചുകൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ചാൽ അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞത് റൗള ഷരീഫിന്റെ അടുത്ത് എന്നിട്ട് സലാം പറയുമ്പോ സെൽഫി എടുക്കണോ കണ്ടിട്ടില്ല. റൗള ഷരീഫിന്റെ അടുത്ത് വന്നിട്ട് സലാം പറയുമ്പോ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് എടുത്തിട്ട് അയച്ചു കൊടുക്കുക. ആർക്ക്? 756 ഈ അയക്കണത്. ഒരു ബോധവും നമുക്ക് ആ വിഷയത്തിനൊന്നുമില്ല. എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത്? നാട്ടിന്ന് പറയുന്ന വർത്താനം, വീട്ടിന്ന് പറയുന്ന വാപ്പാനോട് പറയുന്ന വർത്താനം നാട്ടിന്ന് വാപ്പാനോട് പറയാൻ പാടില്ല. സ്ഥലത്തിനനുസരിച്ച് സംസാരത്തിന്റെ രീതി മാറും. പെരേല് നമ്മളും വാപ്പയും കൂടി ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്ന വർത്താനം ആൾക്കാരുടെ ഇന്ന് വാപ്പാനോട് പറയാൻ പാടില്ല. ഒറ്റക്കിരിക്കുമ്പോൾ ഭാര്യയോടുള്ള സംസാരം ഉമ്മാന്റെ മുമ്പ് നിന്ന് ഭാര്യനോട് പറയാൻ പാടില്ല. സ്ഥലവും സന്ദർഭവും സാഹചര്യവും പ്രധാനമാണ്. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവന്റെ പേരാണ് നോർമലായ മനുഷ്യൻ, അല്ലാത്തവന്റെ പേര് അബ്നോർമലായ ആള് എന്നാണ്. സ്ഥലം, സാഹചര്യം, സന്ദർഭം മനസ്സിലാക്കണം. ഐദർ റസൂലിയർ നിങ്ങളെ നാട്ടിൽ ദർശനത്തിയ ആളാണ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. തൊയ്യിബ് വൈസി പറഞ്ഞൊരു അനുഭവം ഉണ്ട്. ഒരു ദിവസം ബാത്റൂമൊക്കെ കുളിക്കാൻ വേണ്ടി പോകുമ്പോ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം നിറച്ച് കൊണ്ടുപോവാണ്. തൊയ്യിബ് വൈസി ഇങ്ങനെ ബക്കറ്റും വെള്ളം വാങ്ങി കൊണ്ടുവച്ചെടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഐദർ ഉസ്താദ് പറഞ്ഞു, തരേ ഇന്നിപ്പോ ഒരു ബക്കറ്റും വെള്ളം കൊണ്ടക്കാനൊക്കെ എന്നെ കൊണ്ട് കഴിയും. വെജാതാകുന്ന കാലത്ത് നിങ്ങളൊക്കെ തന്നെ അല്ലേ നോക്കാണ്ടാകുക, അന്ന് നിങ്ങൾ നോയിക്കളുണ്ടോ എന്ന് പറഞ്ഞ് ഐദർ ഉസ്താദ് ബക്കറ്റും വെള്ളം കൊണ്ടച്ച് കുളിച്ച് കുളി കഴിഞ്ഞിട്ടൊരു വൈക്ക് പോകുമ്പോ 1-2 ആൾക്കാർ ആജ്യമാര് കൂടെ ഉണ്ട്, തൊയ്യ് പൈസ ഒക്കെ ഉണ്ട്. കയ്യിൽ ചെറിയൊരു ബാഗ് ഉണ്ടാവും ഐദർ ഉസ്താദിന്റെ അടുത്ത്. എല്ലാരും കൂടി ഇങ്ങനെ പോയി ഒപ്പമുള്ളവരൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ മുന്നിക്കാണ് പോയപ്പോ ഐദർ ഉസ്താദ് പിന്നിക്കന്നെ നിന്നുകാണ്ട് തൊയ്യ് പൈസന്റെ അടുത്ത് ഈ ബാഗ് കൊടുത്തിട്ട് പറഞ്ഞു, തരാം അവിടെ പിടിച്ചോ. ബാത്റൂമിൽ പോകുമ്പോ ബക്കറ്റും വെള്ളം കൊണ്ടുപോകാൻ കഴിയുന്ന ആൾക്ക് ഇത്ര പോകുന്ന ഒരു ബാഗ് കനേറിയിട്ടല്ല,
ആൾക്കാരുടെ നിന്ന് വാപ്പാന്റെ ബാഗ് പിടിക്കേണ്ടത് മകനാണ് എന്ന് പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ വാപ്പാനോട് പറയുന്ന വർത്താനം ആൾക്കാരുടെ നിന്ന് വാപ്പാനോട് പറയാൻ പാടില്ല. ഇതൊരു മനുഷ്യന് മനസ്സിലാവണം. അവൻ നോർമലായി സാഹചര്യങ്ങളനുസരിച്ച് പെരുമാറാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ നോർമലായി. സാഹചര്യങ്ങളെ കുറിച്ച് പെരുമാറാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അയാൾ അബ്നോർമലാണ്. അപ്പൊ ഖൈസ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ റസൂൽ ഓഫർ കൊടുത്തു. രണ്ടാമത്തെ ആളും അതേമാതിരി വേറെ പ്രധാനപ്പെട്ട ഒരാളാട്ടോ, ഖത്താദ റളിയല്ലാഹു അൻഹു. ഖത്താദ റളിയല്ലാഹു അൻഹു പെണ്ണെട്ടി, കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ അന്ന് പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് പോകാനുള്ള വിളിയാളുണ്ടായി. ഹയ്യാലൽ ജിഹാദ്, യുദ്ധത്തിന് വരൂ. ഭാര്യനോട് ഞാൻ ഇപ്പൊ വരട്ടോ, പള്ളിക്കൊന്ന് യുദ്ധത്തിന് പോകാന്ന് പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാണ് പോന്നു. യുദ്ധത്തിന് പോയി. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. അമ്പെയ്ത്തായിരുന്നു യുദ്ധത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. ഖത്താദക്ക് തോന്നി ആരെങ്കിലും ദൂരെ നിന്ന് അമ്പെയ്ത് അതെങ്ങാനും നബി തങ്ങളുടെ ശരീരത്തിൽ കൊണ്ടാൽ പിന്നെ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കണത്? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നതിന് മുമ്പിൽ ഖത്താദ മറയായി നിന്നു. നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, അതിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നിന്നു. അമ്പ് കൊള്ളുകയാണെങ്കിൽ എനിക്ക് കൊണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് നൃത്തം. കൊണ്ടത് ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലായിരുന്നു. അമ്പ് ഇങ്ങനെ പറിച്ചിങ്ങനെ എടുത്തപ്പോ അതിന്റെ ഒപ്പം കണ്ണിന് പോന്നു. ഒരു ചെറിയ വള്ളില് നെഞ്ചിലേക്ക് തൂങ്ങിക്കിടന്നു കണ്ണ്. ആ കണ്ണിങ്ങനെ എടുത്തിട്ട് നബി തങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, ഖത്താദ പുതിയ പെണ്ണ് കെട്ടിയ ആളാണ് നബിയേ. എന്റെ ഭാര്യയുമായി ആദ്യ രാത്രി പങ്കിട്ടിട്ടില്ല നബിയേ. എങ്ങനെയാണ് കണ്ണില്ലാതെ ഖത്താദ വീട്ടിക്ക് ചെല്ലുക? അതുകൊണ്ട് എനിക്ക് എന്റെ കണ്ണ് വേണം നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖത്താദ, നിങ്ങൾക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ നിന്ന് 2 കണ്ണ് പോരെയോ ഖത്താദ? ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാന്റെ റസൂലേ, എനിക്ക് ഇവിടെ നിന്ന് ഈ കണ്ണും വേണം. നാളെ സ്വർഗത്തിൽ വെച്ച് നിങ്ങളിപ്പോൾ തരാമെന്ന് പറഞ്ഞ 2 കണ്ണ് വേറെയും വേണം നബിയേ. ആ കണ്ണിങ്ങനെ വാങ്ങിയിട്ട് ഷറഫാക്കപ്പെട്ട ഉമിനീര് രസം തേച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ അവിടെ തന്നെ വെച്ചു. ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ കണ്ണിന് പിന്നെ എനിക്ക് ചെങ്കണ്ണ് രോഗം പോലും ബാധിച്ചിട്ടില്ല. وبقيسهم وقتادة من عينه ردت بكف المصطفى الحسناء. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം നമ്മളിലേക്ക് വരണം. അള്ളാന്റെ സ്വഭാവം വരണം. അള്ളാന്റെ സ്വഭാവമാണ് റഹ്മത്ത്. അത് തന്നെയാണ് നബിയുടെ സ്വഭാവം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. വാത്സല്യത്തോടു കൂടെയല്ലാതെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാത്രയാക്കിയിട്ടില്ല. അള്ളാന്റെ സ്വഭാവമാണ് വാത്സല്യം. അള്ളാന്റെ സ്വഭാവം മനസ്സിലാവണമെങ്കിൽ ഉമ്മാന്റെ സ്വഭാവം മനസ്സിലാവണം എന്നാണ്. ഉമ്മാന്റെ സ്വഭാവമാണ് വാത്സല്യം. അതിന്റെ മേലെയാണ് അള്ളാന്റെ സ്വഭാവം. സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം, അദ്ദേഹം നബിയല്ലാത്ത ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹു കൊടുത്ത ഉപദേശമാണ്, അനിഷ്കുർ ലിഹി വലിവാലിദൈക വ ഇലയ്യൽ മസീർ. ലുഖ്മാനെ, നീ എനിക്കും നിന്റെ മാതാവിനും ശുക്ർ ചെയ്യണം കേട്ടോ. എന്താ ശുക്ർ? ശുക്ർ എന്ന് പറഞ്ഞാല് ദിക്റു നിഅമത്തില്ലാഹി തആല, അള്ളാഹുവിന്റെ നിഅമത്തുകളെ ഓർക്കലാണ് ശുക്ർ. അള്ളാഹിന്റെ നിഅമത്തിനെ ഓർക്കലാണ് ശുക്ർ. അള്ളാഹുവിന്റെ നിഖ്മത്തിനെ ഓർക്കൽ ശുക്രല്ല. നല്ലോണം മനസ്സിലാക്കണേ. ശുക്ർ എന്നാൽ അള്ളാഹുവിന്റെ നിഅമത്തിനെ ഓർക്കലാണ്, നിഖ്മത്തിനെ ഓർക്കലല്ല. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായത് ഓർക്കലല്ല ശുക്ർ. പല്ലുവേദനയില്ലാത്ത 23.5 മണിക്കൂറിനെ ഓർക്കലാകുന്നു ശുക്ർ. പല്ലുവേദന ഇല്ലാത്തൊരു 23.5 മണിക്കൂർ കഴിഞ്ഞു പോയിട്ടുണ്ട്, അത് ആലോചിക്കലാണ് ശുക്ർ പറഞ്ഞാൽ. നമുക്ക് പല്ലുവേദന ഉള്ള അരമണിക്കൂർ ഓർമ്മ ഉണ്ടാവും,
പല്ലുവേദനയില്ലാത്ത 23.5 മണിക്കൂർ ഓർമ്മയില്ല. മോൾക്ക് 19 വയസ്സായി, 20 വയസ്സായി. ഉസ്താദേ, കല്യാണം ശരിയാകാൻ വേണ്ടി ഒന്ന് ദ്വാരക്കണ്ട തന്നെയാണ്, ദ്വാരക്കണ്ടാത്ത കാര്യമല്ല. 18 വർഷം മുമ്പ് ഒരു ദിവസം ഭാര്യയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് രാത്രി 11 മണിക്ക് ലേബർ റൂമിന്റെ മുമ്പിൽ നീ ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അസ്വസ്ഥനായി നടന്ന ഒരു ദിവസമുണ്ട്. 12 മണിയായപ്പോ ലേബർ റൂമിന്റെ മുമ്പിലെ ബെല്ല് അടിച്ചിട്ട് മറിയമോന്റെ വർത്താനം വല്ലതുണ്ടോ എന്ന് ചോദിച്ച ഒരു ദിവസമുണ്ട്. 2 മണി സമയമായപ്പോ വെള്ള വസ്ത്രം ധരിച്ച ഒരു നഴ്സ് ലേബർ റൂമിന്റെ ഉള്ളിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടിട്ട് മൈമൂനെ പെറ്റുകുണു, പെൺകുട്ടിയാണ് എന്ന് കേട്ടപ്പോ ഒരു അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞിരുന്നുവെങ്കിൽ 18 വർഷം കഴിയുമ്പോ നിന്റെ റബ്ബ് നിനക്ക് ചോദിക്കാതെ രണ്ടാമത്തെ അൽഹംദുലില്ലാ പറയാൻ അവസരം തരുമായിരുന്നു. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. നിങ്ങൾ എന്നോട് നന്ദി കേട് ചെയ്താൽ ഞാൻ നിങ്ങളെ വലയിൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിനമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ഓരോ കാര്യം ഇങ്ങനെ ആലോചിക്കണം. ഒരു കാലിന് മുട്ടുവേദന ഉണ്ടാവുമ്പോ മുട്ടുവേദന ഇല്ലാത്ത വേറൊരു കാല് ഇപ്പുറത്തുണ്ട് എന്ന് ആലോചിക്കലാണ് നിഅമത്തിനെ കുറിച്ച് ആലോചിക്കല്. അള്ളാഹുവിന്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണിയാൽ കണക്കാക്കാൻ കഴിയില്ല. ഓരോ ശ്വാസവും അള്ളാഹിന്റെ നിഅമത്താണ്. ഒരു ദിവസം ICUവിൽ കടന്നിട്ട് ഓക്സിജന്റെ ബില്ലടച്ചാൽ അറിയാം അള്ളാഹു തരുന്ന ഓക്സിജന്റെ വില എത്രയാണെന്ന്. അള്ളാഹു തആല ഞമ്മക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ട്. 50,000 രൂപ കയ്യിലുണ്ടായിരുന്നു. ആ 50,000 രൂപ നഷ്ടപ്പെട്ടാല് അള്ളാഹു തആല എന്താ കാട്ടുക? പടച്ചോന്റെ വിധിയല്ലേ എന്ന് നമ്മൾ പറയും. 50,000 രൂപ തന്നതും അള്ളാന്റെ വിധി തന്നെയായിരുന്നു. നിഅമത്തുകളെ കാണാൻ നമുക്ക് കഴിയുന്നില്ല, നിഖമത്തുകളെ കാണാനേ കഴിയുന്നുള്ളൂ. വണ്ടി തട്ടിയ ഡേറ്റ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. വണ്ടി വാങ്ങിയ ഡേറ്റ് ആർക്കും ഓർമ്മ ഉണ്ടാവൂല. കാരണം വണ്ടി തട്ടിയത് അള്ളാന്റെ പണിയാണ്, വണ്ടി വാങ്ങിയത് അള്ളാന്റെ പണിയാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. നിഅമത്തുകളെ നമ്മൾ ഓർക്കുന്നില്ല, നിഖമത്തുകളെയാണ് ഓർക്കുന്നത്. ശുക്ർ എന്ന് പറഞ്ഞാൽ പ്രയാസം ഓർക്കലല്ല, സൗകര്യത്തെ ഓർക്കലാണ്. 46-ാമത്തെ വയസ്സിനെ 50-ാമത്തെ വയസ്സിനെ ഓർക്കലല്ല. 45 വയസ്സ് വരെ 50 വയസ്സ് വരെ ജീവിച്ചതിനെ ഓർക്കലാണ് ശുക്ർ. കിട്ടിയതിനെ ഓർക്കലാണ് ശുക്ർ, കിട്ടാത്തതിനെ ഓർക്കലല്ല. അല്ലാഹു തആല ഇവിടെ നിഅമത്ത് ചെയ്യാത്ത ആരുമില്ല. എല്ലാവർക്കും നിഅമത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും നിഅമത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മളിലേക്ക് ചിന്തിക്കണം. ഞാനൊരു ദിവസം തിരുപ്പഞ്ചി ഉസ്താദിന്റെ ആണ്ട് നേർച്ചയ്ക്ക് പോയി. തിരുപ്പഞ്ചി മൊലയുടെ ആണ്ട് നേർച്ചയ്ക്ക് പോയി. അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. ചെറുശ്ശേരി ഉസ്താദാണ് പ്രസംഗം. അപ്പൊ ഉസ്താദ് ഒരു ആയത്തോതി, സൂറത്തുർ റഅദിന്റെ 41-ാമത്തെ ആയത്ത് ഒരായത്തോതി അർത്ഥം വെച്ചു. അവലം യറൗ അന്നാ നഅ്തിൽ അർദ നൻഖുസുഹാ മിൻ അത്റാഫിഹാ. അവലം യറൗ അവർ കാണുന്നില്ലയോ, അന്നാ നഅ്തിൽ അർദ ഭൂമിയെ നാം കൊണ്ടുപോകുന്നത്, നൻഖുസുഹാ മിൻ അത്റാഫിഹാ അതിന്റെ ഭാഗങ്ങൾ ചുരുക്കിയിട്ട്. അർത്ഥം വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ, നല്ല രസത്തിൽ അർത്ഥം വെക്കുക. അവലം യറോ ഓൽക്കെന്താ മോത്ത് കണ്ണില്ലേ, അങ്ങനെ അർത്ഥം വെച്ചേ. നമ്മളെ നാടൻ മലയാളം. അവർ കാണുന്നില്ലയോ എന്നതിന്റെ നാടൻ മലയാളാണ്. എന്താ ചങ്ങായിക്ക് മോത്ത് കണ്ണില്ലേ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അവലം യറോ അവർക്കെന്താ മോത്ത്, ഓൽക്കെന്താ മോത്ത് കണ്ണില്ലേ. അന്നാ നഅ്തിൽ അർദ നൻഖുസുഹാ മിൻ അത്റാഫിഹാ ഭൂമി അതിന്റെ ചുറ്റുഭാഗത്തു നിന്നും ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോണത് കാണാല്ലേ. ഭൂമി ചുരുങ്ങണില്ലല്ലോ ശരിക്ക്,
കടലെടുത്താലും കടലുണ്ടല്ലോ ആ സാധനം, പോയിട്ടില്ലല്ലോ. ഭൂമി പഴയമാതിരി തന്നെയാണ് ഇപ്പോഴുള്ളത്, അത് വലുപ്പം ചുരുങ്ങിയിട്ടൊന്നുമില്ല. പിന്നെന്താ ഭൂമി വലുപ്പം ചുരുങ്ങാന്ന് പറഞ്ഞാൽ? ഭൂമി വലുപ്പം ചുരുങ്ങാന്ന് പറഞ്ഞാൽ മൗത്തു സുലഹാഇ വൽ ഉലമാ, ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ആളുകൾ മരിച്ചു പോകലാകുന്നു. പോണതിനേക്കാൾ നല്ലത് വരുന്നില്ല, പോണ സാധനത്തിനേക്കാൾ നല്ലൊരു സാധനം ഇനി വരുന്നില്ല. ഭൂമിയുടെ മുകൾ ഭാഗത്ത് ഇന്നിങ്ങളെയും പോലത്തെ കുറെ ആൾക്കാരാണ് ബാക്കിയുള്ളത്. വാക്കിന് സ്ഥിരതയില്ലാത്തവര്, വിശ്വസിക്കാൻ പറ്റാത്തവര്, ചതിക്കുന്നവര്, കുടുംബത്തെ പോലും ചതിക്കുന്നവര്, ഭാര്യയെ പോലും ചതിക്കുന്നവര്, പെങ്ങളോട് മുണ്ടാത്തവര്, ജ്യേഷ്ഠനെ കണ്ടുകൂടാത്തവര്, ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി കുടുംബബന്ധം തകർക്കുന്നവര്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ അറിയുന്ന ആർക്കും ജ്യേഷ്ഠന്മാരോട് മിണ്ടാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഞമ്മളുടെ ജ്യേഷ്ഠൻ ഞമ്മളെ പൊട്ടങ്ങൻറ്റിക്കൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. യൂസുഫ് നബിയുടെ ജ്യേഷ്ഠന്മാരും മൂപ്പരെ കിണറ്റിലിട്ടു. മിസ്രിന്റെ രാജാധികാരം ഏറ്റെടുത്തതിന് ശേഷം യൂസുഫ് നബിയുടെ ജ്യേഷ്ഠന്മാര് മിസ്രിലേക്ക് വന്ന ഒരു രംഗമുണ്ട്. അന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല. കാരണന്മാര് വന്ന ദിവസം യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല. അന്ന് അദ്ദേഹം അത് ഇരിക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അത്തരീട്ടൊന്നും ഏതായാലും നമ്മളെ ജ്യേഷ്ഠൻ നമ്മോട് ചെയ്തിട്ടുണ്ടാവില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ അറിയുന്ന ആർക്കും ജ്യേഷ്ഠന്മാരോട് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ലുക്മാനുൽ ഹക്കീമിന്റെ കഥ അറിയുന്ന ആൾക്കും വാപ്പാനോടും ഉമ്മാനോടും മിണ്ടാതിരിക്കാൻ കഴിയില്ല. ലോക ചരിത്രത്തിൽ ഒരു വാപ്പ മകന് കൊടുത്ത ഉപദേശം മാത്രമേ ഖുർആനിലുള്ളൂ. അത് സയ്യിദുനാ ലുക്മാൻ അലൈഹിസ്സലാമാണ്. ഒരുപാട് വാപ്പാര് മക്കളെ ഉപദേശിക്കുന്നുണ്ടാവുന്നും ഖുർആനിലില്ല. ഒരു വാപ്പാന്റെ ഉപദേശമാണുള്ളത്, സയ്യിദുനാ ലുക്മാൻ അലൈഹിസ്സലാം. എന്താ ലുക്മാനുൽ ഹക്കീമിന്റെ പ്രത്യേകത? ലുക്മാൻ റളിയല്ലാഹു അൻഹുവിന് പ്രായമായ ഒരു മാതാവുണ്ടായിരുന്നു, പ്രായമായ ഉമ്മ ഉണ്ടായിരുന്നു. എന്നും ലുക്മാനുൽ ഹക്കീം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോ അമ്മാനോട് ചോദിക്കും, ഉമ്മ ലുക്മാൻ പോകാണുമ്മ, വൈകുന്നേരം വരുമ്പോ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടത്? ഉമ്മ എന്തെങ്കിലും ഒന്ന് പറയും. വൈകുന്നേരം വരുമ്പോ ലുക്മാൻ അത് കൊണ്ടെന്ന് കൊടുക്കും. ഒരു ദിവസം ലുക്മാൻ അലൈഹിസ്സലാം പോകുന്ന സമയത്ത് ഉമ്മാട് ചോദിച്ചു, ഉമ്മ വൈകുന്നേരം വരുമ്പോ ലുക്മാൻ എന്താ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത്? ഉമ്മാക്ക് പ്രായം കൂടുതലായിരുന്നു, പ്രായം കൂടുതലുള്ളതിന്റെ അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. ലുക്മാന്റെ ഉമ്മ പറഞ്ഞു ലുക്മാനോട്, ലുക്മാനെ ഇന്ന് ഉമ്മാന്റെ കുട്ടി വൈകുന്നേരം വരുമ്പോ സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവരണം ലുക്മാനെ. സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവരണ്ടു പറഞ്ഞു. സയ്യിദുനാ ലുക്മാൻ റളിയല്ലാഹു അൻഹു ഇമ്മാന്റെ കാലിന്റെ ചോട്ടിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു അത്രേ, ഉമ്മ ഇത് തന്നെയാണ് സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. സയ്യിദുനാ ലുക്മാൻ റളിയല്ലാഹു അൻഹുവിന് തന്റെ മകനെ ഉപദേശിക്കാനുള്ള യോഗ്യതയുണ്ടാവാൻ കാരണം മഹാനവർകൾ തന്റെ പ്രായമായ ഉമ്മയെ നോക്കിയതായിരുന്നു. ഞമ്മക്കൊരു 5 സെന്റ് സ്ഥലം, അതിലൊരു ചെറിയ പെരിമാകുമ്പോഴേക്ക് തറവാട്ട് താമസിക്കണ വാപ്പാനെയും ഉമ്മാനെയും മറന്നാല് സ്വന്തം മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടുന്നതാണ്. തന്നെ സ്വന്തം മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടും വാപ്പാനെയും ഉമ്മാനെയും നോക്കിയില്ലെങ്കിൽ. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ സ്വഭാവം നമ്മൾ ഉൾക്കൊള്ളണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിച്ച വേറൊരു ഹദീസ് ഉണ്ട്. ഇത്തഖി ദഅവത്തൽ മദ്ലൂം, ഇത്തഖി ദഅവത്തൽ മദ്ലൂം വഇൻ കാന കാഫിറ ഫഇന്നഹു ലാ ഹിജാബ ബൈനഹാ. ഇത്തഖി ദഅവത്തൽ മദ്ലൂമി, ആക്രമിക്കപ്പെട്ടവന്റെ ദുആയെ നീ സൂക്ഷിക്കണം. ആക്രമിക്കപ്പെട്ടവന്റെ ദുആയെ നീ സൂക്ഷിക്കണം. വഇൻ കാന കാഫിറ, അവൻ കാഫിറാണെങ്കിൽ പോലും. ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞുകൊടുത്ത്
ഈമാൻ ഷർത്തല്ല. ദുആ എന്ന് പറഞ്ഞാൽ ഖൽബിന്റെ ആഗ്രഹമാകുന്നു. നമ്മൾ കച്ചവടക്കാരാണ്, പറ്റിക്കുമ്പോ നല്ലോണം ആലോചിക്കണേ. കാഫിറിനെ പോലും പറ്റിക്കരുത്. ഓൻ വരെ ചെന്നിട്ട് പഠിച്ചോനെ ഓനെ പറ്റിച്ചിക്കാനുള്ള റബ്ബേ ഓനിച്ച് കൊടുക്കണേ എന്ന് പറഞ്ഞാല് സൂപ്പർ മാർക്കറ്റ് പൊളിയാൻ വേറൊരു കാരണം ആവശ്യമില്ല. ആക്രമിക്കപ്പെട്ടവന്റെ ദുആയുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. വഇൻകാന കാഫിറ, അവൻ കാഫിറാണെങ്കിൽ പോലും. ജീവിതം പരാജയപ്പെടുന്നതിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാമിന്റെ സ്വഭാവങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. മുസ്ലിമിന്റെ സ്വഭാവം നമ്മൾ ഉൾക്കൊള്ളണം. പെരുമാറ്റ രീതി, പരിശുദ്ധമായ ദീനിന് ലോകത്തെ എല്ലാ മതങ്ങൾക്കും പെരുമാറ്റ രീതിയുണ്ട്. എല്ലാ മതങ്ങൾക്കും പെരുമാറ്റ രീതിയുണ്ട്. ഇസ്ലാമിന്റെ പെരുമാറ്റ രീതി എല്ലാരോടും ഒരേമാതിരി തന്നെയാണ്. പ്രായമായവരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞോടത്ത് ജാതി മതം പ്രശ്നമല്ല. എല്ലാ പ്രായമായവനും ഒരേമാതിരി തന്നെയാണ്. പ്രായമായ ഹൈന്ദവ സുഹൃത്തിനെ എടാ എന്ന് വിളിക്കുന്ന രീതി ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് വന്നതാണ്. അത് ഇസ്ലാമിക സംസ്കാരമല്ല. ആരും തുടരരുത്, അത് ഉപേക്ഷിക്കേണ്ടതാകുന്നു. പ്രായമായ ഒരു അമുസ്ലിമിനെ എടാ ഇവിടെ വാ എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. അത് ഭാരതീയ സംസ്കാരത്തിൽ, ഭാരതത്തിലെ ജാതീയതയിൽ നിന്ന് വന്നതാണ്. ഭാരതത്തിൽ പഴയ കാലത്തുണ്ടായിരുന്ന ജാതീയതയാണ്. ആ ജാതീയതയിൽ നിന്ന്, ആ ജാതീയത അനുഭവിച്ചവർ കൺവെർട്ട് ചെയ്തിട്ടാണ് ഈ കേരളത്തിൽ ഭൂരിഭാഗം മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിന് വന്നതാണത്. അതുകൊണ്ട് അത് തുടരാൻ പാടില്ല, അത് നിർത്തണം. പ്രായമായവരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞോടത്ത് ജാതി മതം പ്രശ്നമല്ല. ഏത് പ്രായമായവനെയും ബഹുമാനിക്കേണ്ടത് തന്നെയാണ്. കുട്ടികളോട് വാത്സല്യം കാണിക്കണം എന്ന് പറഞ്ഞോടത്ത് ജാതി മതം പ്രശ്നമല്ല. സദസ്സിൽ വിശാലത ചെയ്യണം എന്ന് പറഞ്ഞോടത്ത് ജാതി മതമില്ല. എല്ലാരോടും ഒരേ സമീപനമാണ്. അയൽപക്ക ബന്ധത്തെ കുറിച്ച് പറഞ്ഞോടത്ത് ജാതി മതം പ്രശ്നമല്ല. എല്ലാ അയൽവാസിയും ഒരുപോലെയാണ്. ഒരു അയൽവാസിക്ക് നമ്മളിൽ നിന്ന് 3 അവകാശം ഉണ്ടാവുന്ന. ഒന്ന്, അവൻ അയൽവാസിയാണെങ്കിൽ അയൽപക്ക ബന്ധം എന്ന അവകാശമുണ്ട്. 2, അവൻ മുസ്ലിമാണെങ്കിൽ അയൽവാസി എന്ന അവകാശവും മുസ്ലിം എന്ന അവകാശമുണ്ട്. 3, അവൻ അയൽവാസി, അവൻ നമ്മുടെ ബന്ധുവാണെങ്കിൽ അയൽവാസി എന്ന ബന്ധമുണ്ട്, മുസ്ലിം എന്ന ബന്ധമുണ്ട്. നമ്മുടെ ബന്ധുവാണ്, കുടുംബക്കാരനാണ് എന്ന അവകാശമുണ്ട്. ലൗ തബഖത മറകൻ ഫഅക്സിർ മാഅഹാ ഫഅർസിൽനാ ഇലാ ജിറാനിക ഹബീബുനാ റസൂലുള്ളാഹി വഇദാ തബഖത മറകൻ, നീ ഒരു കുളമ്പ് കൊണ്ട് സൂപ്പ് വെച്ചാൽ, ഇറച്ചി വാങ്ങാൻ എൻ്റെ അടുത്ത് പൈസ ഉണ്ടായില്ല, എല്ല് വാങ്ങാനും പൈസ ഉണ്ടായില്ല, കുളമ്പ് വാങ്ങാനാണ് പൈസ ഉണ്ടായത്. കുളമ്പ് വാങ്ങിയിട്ട് അത് പെരെ കൊണ്ടുപോയി തട്ടിക്കഴിച്ചിട്ട് അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കുമ്പോ 2 സ്പൂൺ വെള്ളം ഏറെ ഒഴിക്കണേ. ഫഇദാ തബഖത മറകൻ ഫഅക്സിർ മാഅഹാ ഫഅർസിൽനാ ഇലാ ജിറാനിക, എന്നിട്ട് അത് നിന്റെ അയൽവാസികൾക്ക് കൊടുത്തയക്കണേ എന്ന് മുഹമ്മദ് നബി. കുടുംബ ബന്ധം തകർന്നുകൊണ്ടിരിക്കുന്നു, അയൽപക്ക ബന്ധം തകർന്നുകൊണ്ടിരിക്കുന്നു, മുസ്ലിമും തമ്മിലുള്ള ബന്ധം തകർന്നുകൊണ്ടിരിക്കുന്നു. ബന്ധങ്ങൾക്ക് വില നൽകാത്ത ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 2 പത്തും ബന്ധങ്ങളെ സുദൃഢമാക്കാനുള്ളതാണ്. റഹ്മത്തും അതിനുള്ളതാണ്, മഗ്ഫിറത്തും അതിനുള്ളതാണ്. ജനങ്ങളോട് പൊറുക്കാത്തവന് അല്ലാഹു പൊറുക്കുകയില്ല. ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ്, ജനങ്ങളോട് വാത്സല്യം കാണിക്കാത്തവന് അല്ലാഹു തആല വാത്സല്യം കാണിക്കുകയില്ല. മോത്തക്ക് നോക്കാത്ത പഞ്ചായത്ത് സെക്രട്ടറിയുടെയും വിചാരം, മോത്തക്ക് നോക്കാത്ത എസ്ഐയുടെയും വിചാരം നാട്ടുകാരൊക്കെ എന്നെ സ്നേഹിക്കണമെന്നാണ്. നടക്കൂല. അങ്ങോട്ട് കൊടുക്കാത്തത് ഇങ്ങോട്ട് കിട്ടൂല. വാത്സല്യം അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ മാത്രമേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരണം. അപ്പോഴേ മനുഷ്യൻ വിജയിക്കുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം.
നാട്ടുകാർക്കൊക്കെ മാറ്റണ്ടായിട്ട് കാര്യമില്ല. അവനാന്റെ ജീവിതം മാറിയാലേ അവനാന് കാര്യമുള്ളൂ. എന്റെ ജീവിതം മാറിയാലേ എനിക്ക് കാര്യമുള്ളൂ. വേറൊരാളുടെ ജീവിതം മാറിയിട്ട് എനിക്കൊരു കാര്യമില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലേക്കാണ് ചിന്തിക്കേണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മുഴുവൻ അമാലുകളെയും കൂട്ടിക്കണക്കാക്കി നോക്കിയിട്ട് തിന്മയേക്കാൾ നന്മ മുൻതൂക്കമാണെന്നുറപ്പായാലല്ലാതെ അബ്ദുല്ലാഹിൽ യാഫിഹി റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാറുണ്ടായിരുന്നില്ല. ഹാസിബൂ ഖബല അൻ തുഹാസബൂ, നാളെ അള്ളാഹുവിന്റെ വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് സ്വന്തമായി വിചാരണ ചെയ്യണേ. നമ്മളെ സ്വന്തമായിട്ടൊരു വിചാരണ ചെയ്യണം. ഇനി നാളെ മഹ്ശറയിലെ വിചാരണയും നമ്മൾ തന്നെ കേട്ടോ നമ്മളെ ചെയ്യാം. ഏട് തന്നുങ്ങാണ്ട് അത് നോക്കുമ്പോ ഞമ്മക്ക് തന്നെ തീരുമാനാവും ഏകദേശം ഞാൻ എടുക്കാ പോവാനുള്ളത്. ഓരോ മനുഷ്യനെയും ഹിസാബ് എടുക്കുന്നത് അവനവൻ തന്നെയാണ്. അല്ലാഹു തആല അതിന്റെ ഒരു മേൽനോട്ടം മാത്രമാണ്. ഏട് തന്നിട്ട് വായിക്കാൻ പറയും. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو صبورا ويصلى سعيرا إنه كان في أهله مسرورا ആർക്കെങ്കിലും ഒരാൾക്ക് അവന്റെ ഏട് വലതുവശത്ത് മുൻവശത്തു കൂടെ വലത് കയ്യിൽ നൽകപ്പെട്ടാൽ അവൻ ഒരു ചെറിയ വിചാരണയെ നേരിടേണ്ടി വരും. ചെറിയൊരു വിചാരണ. മുൻവശത്ത് ഏട് കിട്ടിയ ആള് ഓന്റെ ഏട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇങ്ങോട്ട് നോക്കിയട എന്റെ ഏട്. സന്തോഷം. തിന്മ മുൻതൂക്കമായ ആൾക്ക് അവന്റെ ഏട് നൽകപ്പെടുന്നത് പിൻവശത്തു കൂടെ ഇടതു കൈയിലാണ്. അത് കിട്ടിയാൽ അവന്റെ നാശത്തെ വിളിച്ചുകൊണ്ടിരിക്കും. കക്ഷത്തിൽ ഇങ്ങനെ വെക്കും, ആർക്കും കാണിച്ചു കൊടുക്കൂല. മാലിഹാദിൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഈ ഏടിനെന്ത് പറ്റി? നല്ലതും ചീത്തയും നന്മയും തിന്മയും വലുതും ചെറുതുമായ ഒന്നും ഇതിൽ എഴുതാതിരുന്നിട്ടില്ലല്ലോ. അതൊന്നും എഴുതുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കണ്ണോണ്ട് ചീത്തറിഞ്ഞതാണ്, കണ്ണോണ്ട് ഗീബത്ത് പറഞ്ഞതാണ്, കണ്ണോണ്ട് പരിഹസിച്ചതാണ് ഏടിലുണ്ട്. നാവോണ്ട് പരിഹസിച്ചത് മാത്രല്ല ഏടിലുണ്ടാകുക, കണ്ണോണ്ട് കളിയാക്കിയതും ഏടിലുണ്ടാവും. ഉണ്ടാവും. ഓനവന്റെ ഏടിങ്ങനെ ആർക്കും കാണിച്ചു കൊടുക്കാതെ കക്ഷത്തിൽ വെക്കുമ്പോ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇറയോൻ വിചാരണ കണയും ഇരു കൈകൾ ചേതീ മൊഴിയും കാലെന്ന് സാക്ഷി പറയും കേട്ട് വിതുമ്പിക്കാരെയും. റബ്ബേ ചതിച്ചല്ലോ എന്നെ, ഹുബ്ബേ പൊറുക്കുമോ ഇന്നേ. തേങ്ങിക്കരഞ്ഞെന്ന് വിള്ളും തേട്ടം പടച്ചോനും തള്ളും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നന്മ മുൻതൂക്കമായി ഏട് വലത് കയ്യിൽ കിട്ടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. നമ്മളെ സ്വഭാവങ്ങളെ അള്ളാഹു തആല നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി കബൂലാക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ. അർഹമുർ ബക്കറ്റ് ഒരു നടത്തിയില്ല. പെണ്ണുങ്ങൾ അവിടുന്ന് പിരിച്ചോളി, ആണുങ്ങൾ ഇവിടെ കൈ തന്നാ മതി. ജോലി സൗദിയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് വേണ്ടി രണ്ട് കൈയിനും വേദനയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അടുത്ത മഹല്ലുകാരനായ ഒരു വ്യക്തി അടുത്ത മജ്ലിസിന്നൂറിലേക്ക് 50 കിലോ അരി ഓഫർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പ്രവാസി നമ്മുടെ ഇസ്ലാം സെന്റർ പ്രവർത്തകനാണ്. ആദ്യം ശമ്പളം കിട്ടിയെന്ന് 500 തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരു പ്രവാസി സഹോദരൻ നമ്മുടെ ഇസ്ലാം സെന്റർ പ്രവർത്തകൻ ആദ്യമായി ശമ്പളം കിട്ടിയെന്ന് 500 രൂപ മജ്ലിസിന്നൂറിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി സംഭാവന നൽകിയിട്ടുണ്ട്. മകളുടെ വിവാഹം ശരിയാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി സംഭാവന നൽകിയിട്ടുണ്ട്. ഉമ്മാന്റെ അസുഖം മാറാൻ വേണ്ടി വേറെ സഹോദരി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി ഒരാൾ 101 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. മുട്ടുവേദന മാറാൻ വേണ്ടിയിട്ടും ഭാര്യന്റെ അസുഖം മാറാൻ വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരൻ സംഭാവന നൽകിയിട്ടുണ്ട്. വേറൊരു സഹോദരി ദുആ ചെയ്യാൻ വേണ്ടി രോഗം സുഖമാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അസുഖം മാറാൻ വേണ്ടി മകൾക്ക് ജോലി ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയും അമ്മായിമ്മയും മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അസുഖം മാറാൻ വേണ്ടി ഒരു പ്രവർത്തകൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ജോലി ശരിയാകാൻ വേണ്ടി ഒരു സഹോദരൻ 2000 രൂപ മജ്ലിസിന്നൂറിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ സംഭാവനകളും അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരുടെയും മുറാദിനെ അള്ളാഹു ഹാസിലാക്കട്ടെ. നമ്മുടെ ഈ ബിൽഡിംഗ് ഇതിനു വേണ്ടി സൗകര്യം ചെയ്തു തന്ന ആൾക്ക് അള്ളാഹു ഇതൊരു ജാരിയായ സ്വതക്കയായി മാറ്റട്ടെ. ജനറേറ്ററും ശബ്ദമൊക്കെ തന്ന ആള് തന്നെയാണ്. അൽഹംദുലില്ലാഹ്. 60,000 റുപ്യ ഫാനൊക്കെ കൂടി മേടിക്കാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ, ജാരിയായ സ്വതക്കയാക്കട്ടെ. തജ്വീദ് ക്ലാസ്സിലേക്ക് 40 ഖുർആൻ ഒരാൾ സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. സഹചാരി പ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നിന്റെ മുത്തഖീങ്ങളായ അടിയാറുകളിൽ ചേർക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ പലവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് സംഭാവന നൽകിയിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും ആഖിബത്തിനെ നന്നാക്കണേ അല്ലാ. പരിപൂർണ ഈമാനോടുകൂടെ മൗത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഹോള് ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ആള്, സൗണ്ട് സിസ്റ്റം സംഭാവന നൽകിയ ആള്, വീണ്ടും അദ്ദേഹം സംഭാവന നൽകിയിരിക്കുന്നു. ജാരിയായ സ്വതക്കയാക്കണേ റഹ്മാനെ. സഹജാരിയിലേക്ക് ഒരുപാട് ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. ജാരിയായ സ്വതക്കയാക്കണേ അല്ലാ. ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. നീ എല്ലാം കബൂലാക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും നീ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ അമലാക്കണേ അല്ലാ. രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെയും അവരുടെയും ശാരീരികമായ, മാനസികമായ, ജിസ്മാനിയായ, റൂഹാനിയായ എല്ലാ രോഗങ്ങളെയും ബദരീങ്ങളുടെ മദദ് ഫൈളാൻ കൊണ്ട് ശിഫയാക്കണേ റഹ്മാനെ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ മുത്തഖീങ്ങളിൽ ചേർക്കണേ റഹ്മാനെ. കടങ്ങളെ വീട്ടി സലാമത്താക്കണേ അല്ലാ. കടക്കാരായും മൗത്താക്കല്ല തമ്പുരാനെ. ഞങ്ങളെ എല്ലാവരെയും, ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സിനെ ഖിയാമം വരെ നിലനിർത്തണേ റഹ്മാനെ. ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ അധ്വാനിക്കുന്നുണ്ട്. അർഹമായ കൂലി കൊടുക്കല്ലാ. അല്ലാഹുവേ, ഒരുപാട് സ്ത്രീകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മുറാദ് ഹാസിലാക്കണേ റഹ്മാനെ. വിധവകൾക്ക് ഖൽബിന് സബ്ർ നൽകണേ റഹ്മാനെ. ആണും പെണ്ണുമായ ഞങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ഇണകൾ നൽകണേ റഹ്മാനെ. മക്കൾക്ക് നാഫിയായ ഇൽമ നൽകല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കല്ലാ. മക്കളെ കൊണ്ട് കേൾക്കാൻ കഴിയാത്തതൊന്നും നീ കേൾപ്പിക്കല്ല തമ്പുരാനെ.